Alhamdulillah. 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 Alhamdulillah al-wahid al-ahad al-farad as-samad الذي لم يلد ولم يولد ولم يكن له كفوا أحد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم وإن عدتي عند كل شدتي فيا مجيبي عند كل دعوتي يا أنيسي عند كل وهشتي ويا أنيسي عند كل وهشتي ويا رجائي حين تنقطع حيلتي سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا أفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله مولانا العلي العظيم قال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم ليس عدوك الذين قتلته كان لك نورا وإن قتلك دخلت الجنة ولكن أعدى عدو لك الذي خرج من صلبك ثم أعدى عدو لك مالك الذي ملكت يمينك صدق النبي الكريم المصطفى الأمين يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على عهدي يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر
رضي الله عن الولي الأكبر شيخ المشايخ غوث عبد القادر يا موسر الخلوات كل ناصر يا بحر علم شيخ عبد القادر يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي فعلم مولانا محمد صلى الله عليه وعلى آله وصحبه وأتباعه وأشيائه وعترته وأهل بيته أجمعين أما بعد ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സമസ്ത കേരള സുന്നി ജമാഅത്ത് ഇസ്ലാം സത്യത്തിന്റെ മതം എന്ന ശീർഷകത്തിന് താഴെ 4ാമത് വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ചതുർദിന പ്രഭാഷണ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന സദസ്സിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ബഹുമാന്യനായ അൻസാർ അൻവരി കൊല്ലം അനുഗ്രഹീതമായ സദസ്സിന്റെ സ്വാഗത പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ അബ്ദുർ റസാഖ് നദ്വി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വലിയ വിശാലമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഷയം വളരെ ചുരുങ്ങിയ ഹ്രസ്വമായ വാക്കുകളിൽ ഈ സദസ്സിനെ ഉത്ബോധനം നടത്തിയ ബഹുമാന്യനും ആദരണീയനുമായ ബഹ്റൈനിന്റെ ഇസ്ലാമിക പുരോഗമന ആത്മീയ നവോത്ഥാനത്തിന്റെ ബഹുമാന്യനായ ചുക്കാൻ പിടിക്കുന്ന നമ്മളൊക്കെ ആദരിക്കുന്ന ബഹുമാന്യനായ സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ, ഈ അനുഗ്രഹീതമായ സദസ്സിന് പ്രാർത്ഥന നിർവഹിച്ച ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽ അസ്ഹരി, അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിച്ച ബഹുമാന്യരും ആദരണീയരുമായ എസ് എം അബ്ദുൽ വാഹിദ്, അതുപോലെ വേദിയിൽ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ ഷാനവാസ് പി കെ, അഷ്റഫ് കാട്ടിൽ പീടിക, അബ്ദുറഹ്മാൻ ഹാജി, അൻസാർ അൻവരി, അബ്ദുറഹ്മാൻ മാട്ടൂൽ, അബൂബക്കർ ഹാജി അടക്കമുള്ള പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉലമാക്കളെ, ഉമറാക്കളെ, ഈ വിനീത സഹോദരനെ ശ്രവിക്കാൻ വേണ്ടി ഓടിയെത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉമ്മപ്പങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുദീർഘമായ ഒരു ആമുഖ ഭാഷണത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയുന്നത് പോലെ നമ്മുടെ ഈ മഹത്തായ ചതുർദിന പ്രഭാഷണം 4 വയസ്സ് പൂർത്തിയായ നമ്മുടെ ഹുദൈബിയയിലെ നമ്മുടെ ഈ അനുഗ്രഹീതമായ ഇസ്ലാം സത്യത്തിന്റെ മതം എന്ന് പറയുന്ന തലക്കെട്ടിന് താഴെ 4 വയസ്സ് പൂർത്തിയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ 4 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ബഹുമാന്യരും ആദരണീയരുമായ ഇതിന്റെ സംഘാടകർ ആഴ്ചകളായി മാസങ്ങളായി ഉറക്കമുഴച്ചും അതുപോലെ തന്നെ ഇതിനുവേണ്ടി നല്ല ഒരു പരിശ്രമം നടത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ തുള്ളി വിയർപ്പിനും അർഹമായ പ്രതിഫലം നൽകി അവരുടെ ജീവിതത്തിന്റെ ഇഹപര ജീവിതത്തിൽ അല്ലാഹു തആല ഖൈർ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ഞാൻ ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യനായ നമ്മുടെ ഫഖ്റുദ്ദീൻ തങ്ങൾ, അതുപോലെ ബഹുമാന്യനായ ഹുസൈൻ തങ്ങളെ പോലുള്ള മഹാരഥന്മാര് ഈ അനുഗ്രഹീതമായ സദസ്സിൽ അവരുടെ പാദസ്പർശനം കൊണ്ട് ജന്യമാകുമ്പോ ഈ സദസ്സിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാരുടെ അനുസ്യൂതമായ പ്രവാഹം കൊണ്ട് നാം ഏവരും പ്രൊട്ടക്ഷനിലാണ്, സംരക്ഷണ വലയത്തിലാണ്. അല്ലാഹു മരിക്കുന്നതുവരെ നമ്മൾ എവിടെ ഒരുമിച്ച് കൂടിയാലും അവിടെ അല്ലാഹുവിന്റെ മാലാഖമാരുടെ സംരക്ഷണ വലയത്തിന്റെ ഉള്ളിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം അല്ലാഹു വരുത്തി തീർക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു പരിചയപ്പെടലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ പോകാൻ
പോകാതെ എന്റെ വിഷയം ഇന്നും നാളെയുമായിട്ട് ഇന്ന് ശുഹദാക്കളോടൊപ്പം എന്ന് പറയുന്ന വിഷയവും നാളെ പരിഭ്രാന്തിയോടെ പരലോകത്തേക്ക് എന്ന് പറയുന്ന രണ്ട് വിഷയമാണ് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകർ തന്നിട്ടുള്ളത്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അനുഗ്രഹീതമായ സദസ്സിൽ, ഈ ധന്യമായ സദസ്സ് വളരെ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ജീവിതത്തിന്റെ അന്നം തേടിയുള്ള ദുനിയാവ് നഷ്ടപ്പെടുത്തി തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെ യഥാർത്ഥത്തിൽ പ്രവാസികൾ ഒരു ഹിജ്റ ചെയ്തു വരുന്നവരാണ്. അവരുടെ നാടുപേക്ഷിച്ച്, അവരുടെ വീടുപേക്ഷിച്ച്, അവരുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ. എടുത്ത സമയത്ത് തന്നെ പല വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിന്റെ പല്ല് മുളയ്ക്കുന്നതിന് മുമ്പുള്ള ചെറിയ പ്രായത്തിലുള്ള ആ മോണ കാട്ടിയുള്ള ചിരി ആദ്യമായിട്ട് പിച്ച വെക്കുമ്പോ മറിഞ്ഞ് നിലത്ത് വീഴുന്ന സാഹചര്യത്തിൽ ആരുടെയെങ്കിലും ഒരു സഹായം കൊണ്ടൊന്ന് എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ ശ്രമിക്കുന്ന ആ പിച്ച വെച്ച് നടക്കുന്ന ഒരു സമയം, ആദ്യമായിട്ട് ഉമ്മ ഉപ്പ എന്നൊക്കെ വിളിക്കുന്ന ആ വിളി കേൾക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയ ഇത് സ്വർഗത്തിൽ പോലും നമുക്ക് കിട്ടൂല. ഈ ഒരു ഭാഗ്യം നമുക്ക്, അതിനുള്ള ഭാഗ്യമില്ലാത്തവരാണ് പ്രവാസികൾ. കാരണം സ്വർഗത്തിലും മക്കൾക്കും കെട്ടിയോക്കും കുട്ടിയോക്കും അതുപോലെ തന്നെ എല്ലാവർക്കും 33 വയസ്സാ. അവിടെ ചെറിയ കുട്ടികളൊന്നുമില്ല, എല്ലാവർക്കും ഒരേ പ്രായമാണ്. അപ്പൊ ദുനിയാവില് മാത്രമാണ് നമുക്ക് അള്ളാഹു ആ ഒരു ഭാഗ്യം തന്നിട്ടുള്ളത്. ഒരു ചെറിയ കുഞ്ഞിന്റെ ആ പല്ല് മുളയ്ക്കാത്ത മോണയിൽ നിന്ന് ഇറ്റുവീഴുന്ന തേൻതുള്ളിക്ക് സമാനമായ ആ കുഞ്ഞിന്റെ ആ ഉമിനീര് വായിലൂടെ ഒലിച്ചിറങ്ങുമ്പോ ആ വാക്യകത്തൊരു മുത്തം കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടാതെ പോയ പാവപ്പെട്ട പ്രവാസികളായ എന്റെ പ്രിയപ്പെട്ട ബഹ്റൈനിലെ ഈ അനുഗ്രഹീതമായ പാകിസ്ഥാൻ ക്ലബിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ മുഹാജിരീങ്ങളാണ്, ഹിജ്റ വന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയില്ല, നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും നിങ്ങളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരമുണ്ടായി. നമുക്കതിനിടയിൽ ഇൻഷാ അല്ലാഹ് സന്ദർഭം പോലെ, സമയം പോലെ പരിചയപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ പറയുന്നു, ബഹുമാന്യനായ ഫഖ്റുദ്ദീൻ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, പ്രസംഗം വളരെ കുറച്ച് മാത്രം കേൾക്കാൻ ഭാഗ്യമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഭാഗ്യദോഷികളാണ് പ്രഭാഷകന്മാർ. ഇപ്പൊ പ്രസംഗിക്കുന്ന ഞാനായിരുന്നാലും, അഹമ്മദ് കബീർ ബാഖവി ആയിരുന്നാലും, ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളായിരുന്നാലും, ആരായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഭാഗ്യം പ്രസംഗം കേൾക്കാൻ ഭാഗ്യമില്ലാത്തവരാണ്. പ്രസംഗിക്കാറുണ്ട്, പ്രസംഗം കേൾക്കാൻ ഭാഗ്യമില്ലാത്തവരാണ്. വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങളിൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അൽഹംദുലില്ലാ ഒരു വലിയ സദസ്സ്, വളരെ വിശാലമായ സദസ്സിന്റെ 10-20 മിനിറ്റ് കൊടപ്പനക്കൽ തറവാട്ടിന്റെ പാവപ്പെട്ട നമ്മുടെ വിനയത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളായ ആദരണീയനായ സയ്യിദുമാരുടെ 20 മിനിറ്റോ 15 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം, അതൊക്കെയാണ് നമുക്ക് കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ടത്. ബാക്കി പ്രഭാഷണങ്ങളൊന്നും കേൾക്കാനുള്ള ഭാഗ്യമില്ലാത്തവരാണ് പ്രഭാഷകര്. ഫഖ്റുദ്ദീൻ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോകുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമുള്ളവനും ദീനിനെ മനസ്സിലാക്കിയവനും മനസ്സിലാക്കാത്തവനും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല എന്ന് പറയുന്നു. ഒരു അന്ധനായ സഹോദരൻ, കണ്ടുകൂടാത്ത പാവപ്പെട്ട സഹോദരൻ പാതിരാത്രി തന്റെ കൂടപ്പുറപ്പിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പാതിരാത്രി തന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അന്ധനായ സഹോദരൻ വീട് വിട്ടിറങ്ങുമ്പോ അവന്റെ കയ്യിൽ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു ചെറിയ വിളക്ക് കത്തിച്ച് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കത് ഉപകരിക്കും, നീ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. അന്ധൻ ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, കണ്ടുകൂടാത്ത എനിക്കെന്തിനാണ് വിളക്ക്? ആ സമയത്ത് ഈ സഹോദരൻ പറഞ്ഞു പത്രേ, അന്ധനോട് പറഞ്ഞു പത്രേ, നിനക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും ഈ വിളക്കം പിടിച്ചു കൊണ്ടുപോകുമ്പോ മറ്റൊരാള് നിന്റെ മേലിൽ തട്ടി മറിഞ്ഞു വീഴാതിരിക്കാൻ മറ്റുള്ളവർക്ക് ചെറുപക്ഷെ ഇത് ഉപയോഗമുണ്ടായേക്കാം, അതുകൊണ്ട് ഈ വിളക്ക് പിടിക്കാൻ പറഞ്ഞു. അന്ധനായ സഹോദരൻ തന്റെ വിളക്കും പിടിച്ചുകൊണ്ട് പാതിരാത്രി നഗരമധ്യത്തിലൂടെ നടന്നു നീങ്ങുമ്പോ കുറച്ച് കഴിഞ്ഞ് കുറെ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോ ആരോ വന്ന് മേലിൽ തട്ടിയിട്ട് അവർ മറിഞ്ഞു വീണു. ആ സമയത്ത് ദേഷ്യം വന്ന അന്ധൻ അയാളെ പിടിച്ച് എഴുന്നേപ്പിട്ട് ചോദിച്ചു, നിനക്ക് കണ്ടുകൂടെടാ, എന്റെ കയ്യിൽ വിളക്ക് കത്തി പിടിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ, നീ എന്തിനാ എന്റെ മേലിൽ തട്ടി വീണെന്ന് ചോദിച്ചപ്പോ ആ നിലത്തു വീണ സഹോദരൻ എഴുന്നേറ്റുകൊണ്ട് അന്ധനോട് പറഞ്ഞത്, എന്റെ പൊന്നു സഹോദര, നിങ്ങളുടെ കയ്യിരിക്കുന്ന വിളക്കണഞ്ഞു പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു.
നിങ്ങളുടെ കയ്യിരിക്കുന്ന വിളക്കണഞ്ഞു പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ കയ്യിൽ കത്തിച്ചു പിടിച്ച വിളക്കം കൊണ്ടുവരുമ്പോ അത് മണിക്കൂറുകൾക്ക് മുമ്പ് കെട്ടുപോയ കഥ പോലും അറിയാത്ത അന്ധന്മാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഇത് സൂഫിയാക്കളായ പണ്ഡിതന്മാര് ആയിരക്കണക്കായ മുരീദുമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണമാണ്. നമ്മളോ നമ്മുടെ പ്രവർത്തനം കണ്ട ആരും മുസ്ലിം ആവൂല. നമ്മളാണെങ്കിലോ നമ്മൾ മുസ്ലിങ്ങളല്ല. നമുക്കിവിടെ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് മുസ്ലിമാണെന്ന് പറയാൻ കഴിയും? ഒരിക്കലും പറയാൻ കഴിയില്ല. പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഇതിന്റെ അനുഗ്രഹീതരായ സംഘാടകർക്കോ യഥാർത്ഥ ഒരു മുസ്ലിമാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനാണെങ്കിൽ കുറെ നിബന്ധനകളും ഡിമാൻഡുകളും ഉണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിച്ചാലേ മുസ്ലിം ആകൂ. ഏതായിരുന്നാലും 4 ദിവസത്തെ പ്രഭാഷണം കൊണ്ട് അല്ലാഹു തആല ഒരു പരിവർത്തനം ഉണ്ടാക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ ദുആ ചെയ്തുകൊണ്ട് ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ക്ഷീണം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ പകലന്തിയോളം പണിയെടുക്കുന്നവരാണ്. അതിലേറെ ക്ഷീണമുണ്ട്. ഈ സമയം ഞാൻ കറക്റ്റ് എൻ്റെ നാട്ടിൻ്റെ സമയമാണ് ഞാൻ എൻ്റെ വാച്ചിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. കറക്റ്റ് ഞാൻ ഒരു അല്പം ഒന്ന് കണ്ണടച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കാൻ ഈ പരിപാടിക്ക് വരാൻ വേണ്ടി. അതുകൊണ്ട് 2 മണിക്കൂറിന്റെ ഉള്ളിൽ, അല്ലെ 2 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ ഈ പരിപാടി അവസാനിക്കുമ്പോൾ രക്തസാക്ഷികളോടൊപ്പം അഥവാ ശുഹദാക്കളോടൊപ്പം എന്നുള്ള വിഷയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊന്നും നിങ്ങൾ നെഞ്ചിലേക്ക് ആവാഹിച്ച് അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ഒന്ന് അമല് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് 1.5 മണിക്കൂർ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ അനുവാചകർ, നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും എന്നിലേക്ക് നിങ്ങൾ തരണം എന്ന് ഞാൻ ആമുഖമായിട്ട് ഒരു എളിയ അഭ്യർത്ഥന നടത്തുകയാണ്. അല്ലാഹു നമുക്ക് രക്തസാക്ഷികളുടെ പവർ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിഷയം വിട്ട് കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് സനഫ് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദ് ആ വിഷയം വേണോ? പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ രക്തസാക്ഷികളോടൊപ്പം എന്നുള്ളൊരു വിഷയം വേണോ, ശുഹദാക്കളോടൊപ്പം എന്നുള്ളൊരു വിഷയം വേണോ എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കും പോലത്തെ വിഷയമൊന്നും അല്ല. എനിക്ക് എൻ്റെ സദസ്സിനോട് പറയാനുള്ളതും അത് തന്നെയാണ്. രക്തസാക്ഷികളോടൊപ്പം എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് വാളെടുക്കാനോ അല്ലെങ്കിൽ പരിചയ പിടിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നിന്നങ്ങോട്ട് പടയോട്ടം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇളക്കി വിടുന്ന ജിഹാദി പ്രസംഗമൊന്നുമല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടൊരു 15-20 മിനിറ്റ് രക്തസാക്ഷിക്ക് അല്ലാഹു കൊടുത്ത പവർ എന്താണെന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നട്ടുച്ച സമയത്ത് ആ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് അരുണന്റെ കിരണമേറ്റുകൊണ്ട് മണൽ തരികളെ താപം കൊണ്ട് വിറക്കുമ്പോ പടയോട്ടത്തിന്റെ ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ജീവനും സമ്പത്തും സമയവും രക്തവും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്ത് ദീനിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി പോരാട്ടത്തിന്റെ പാതയിലിറങ്ങി ശരീരം പീസാക്കപ്പെടുമ്പോഴും അല്ലാഹുവിന്റെ സ്വർഗം മുമ്പിൽ കണ്ട അനുഗ്രഹീതരായ രക്തസാക്ഷികൾ അല്ലാഹു അവർക്ക് കൊടുത്ത പ്രതിഫലം ഇൻഷാ അല്ലാഹ് ശീരീകരിച്ച AC റൂമിനകത്തിരുന്ന് 1000-ന്റെയും 2000-ന്റെയും 500-ന്റെയും 100-ന്റെയും ദീനാറുകള്, ഈ ബഹ്റൈൻ ദീനാറുകള് എണ്ണുമ്പോൾ നമുക്ക് ആ രക്തസാക്ഷികളുടെ കൂലി ശീരീകരിച്ച റൂമിനകത്തിരുന്ന് നേടിയെടുക്കാൻ കഴിയുന്ന 2-3 അമലുകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്ന് മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. രണ്ടാമത് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കാൻ വേണ്ടി വന്ന സഹോദരിമാർക്ക് വേണ്ടി പറയും. 3 എൻ്റെ പ്രിയപ്പെട്ട ചെറിയ മക്കൾക്ക് വേണ്ടി പറയും. 4 എൻ്റെ പ്രിയപ്പെട്ട കച്ചവടക്കാര്, എൻ്റെ ബിസിനസ്സുകാർക്ക് വേണ്ടി പറയും. 5 ഇൻഷാ അല്ലാഹ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയും. അങ്ങനെ 5 അമലുകൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? ആദ്യം മനസ്സിലാക്കണം. ഒരു 20 മിനിറ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരാണ് രക്തസാക്ഷി എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ നിങ്ങൾ വളരെ വലിയ ഒരു പരിശ്രമം നമ്മുടെ നാട്ടിന്റെ ഞാൻ പരസ്പരം ചോദിക്കുന്നു, എവിടെയാ നിങ്ങളുടെ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ ഈ എന്നോട് ഞാൻ സ്ഥലം എവിടെയാന്ന് ചോദിച്ചിട്ട് സ്ഥലം ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ എല്ലാ സ്ഥലത്തും അൽഹംദുലില്ലാ ദീനിന്റെ ഒരു പ്രഭാഷണം നടത്താൻ, ഒരു ചെറിയ നസീഹത്ത് നടത്താൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ നാട്ടിലെ പ്രഭാഷണങ്ങളൊക്കെ ഈ സമയത്ത് വെച്ചുള്ള കുഴപ്പം എന്താണെന്നറിയോ? 9 മണി കഴിഞ്ഞിട്ട് വയല് വെക്കണമെങ്കിൽ ആദ്യമൊക്കെ ഭയങ്കര ആവേശമായിരിക്കും. ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നല്ലതുപോലെയൊക്കെ ചിരിച്ചൊക്കെ ഇരിക്കും. ഉസ്താദേ എന്നെ അറിയില്ല, ഞാൻ അവിടെ വന്നതാ ഇവിടെ വന്നതാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സദസ്സിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. പ്രസംഗം അങ്ങോട്ട് തുടങ്ങി 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഈ പ്രസംഗിക്കുന്ന ആളിനെ അങ്ങോട്ട് വിളിക്കും. കണ്ടിട്ടില്ലേ? ചില സ്ഥലങ്ങളിൽ പോയാൽ ആദ്യം ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും പ്രസംഗം കേൾക്കാൻ വേണ്ടി. പ്രസംഗം തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വിളിക്കും. പ്രസംഗിക്കുന്ന ആളിനെ അങ്ങോട്ട് വിളിക്കും. ഉറങ്ങും. യഥാർത്ഥത്തിൽ വണ്ടി ഓടിക്കുന്നവൻ്റെ അടുത്തിരുന്ന് ഉറങ്ങാൻ പാടില്ല, കാരണം അവനും ഉറക്കം പിടിക്കും. അതുപോലെ പ്രസംഗം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ ഉറങ്ങുമ്പോൾ ഞാനും ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവും. കാരണം
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഉറക്കം. അതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയാൽ അല്ലാഹു തആല ഈ സമുദായത്തിന് പുറത്തു കൊടുത്തിരിക്കാൻ ഏത് അമലുകൾ നഷ്ടപ്പെട്ടാലും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ, ആരാണ് രക്തസാക്ഷി? ഒരു 20 മിനിറ്റ് രക്തസാക്ഷി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ 5 അമലുകൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് പോകാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആരാണ് രക്തസാക്ഷി? എന്താണ് രക്തസാക്ഷിക്ക് അല്ലാഹു കൊടുക്കുന്ന പവർ? പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 6660 ചൊല്ലുവാനും വരുന്ന ആയത്തുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തുള്ള ആയിരക്കണക്കിന് ഇബാറത്തുകളുണ്ട്. ആയിരക്കണക്കിന് ഇബാറത്തുകൾ അല്ലാഹു തആല പരിചയപ്പെടുത്തി തന്നു. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടുകൊണ്ട് ഈ ലോകത്തിന് ഒരുപാട് അമലുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ അമലുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം എന്ന് പറയുന്ന ഇബാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നിസ്കാരത്തിൽ മരണപ്പെട്ടു പോയി, വല്ലൊരു ഭാഗ്യമാണ്, വല്ലാത്തൊരു ഭാഗ്യമാണ്. നിസ്കാരത്തിൽ മരണപ്പെട്ടു പോകുന്നവരുണ്ട്. അങ്ങനെ മരിച്ചു പോയവരെ പറ്റി അള്ളാഹുവിന്റെ ഖുർആനിലോ ഹദീസിലോ അവര് മരിച്ചെന്ന് പറയാൻ പാടില്ല എന്ന് ഒരു വരി പോലും നമുക്ക് കാണാൻ കഴിയില്ല. പണ്ഡിതന്മാരിയ്ക്കുന്നു, സയ്യിദുമാരിയ്ക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിനിടയിൽ മരണപ്പെട്ടു പോകുന്നവരെ പറ്റി അവര് മരിച്ചെന്ന് പറയാൻ പാടില്ല എന്ന് ഒരു അരവരിയായത്തോ ഒരു അല്പമെങ്കിലും ഒരു ഹദീസോ നമുക്ക് കാണാൻ കഴിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊണ്ട പൊട്ടിയിട്ട് പടച്ചതമ്പുരാന് വേണ്ടി നിരാഹാരം കിടക്കുന്ന നോമ്പുകാരൻ, ആ നോമ്പുകാരായി മരണപ്പെട്ടു പോകുന്ന നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, എത്ര വിശ്വാസികളാ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും പറയരുത് അവര് മരിച്ചു എന്ന് പറയരുതെന്ന് അള്ളാഹുവിന്റെ ആയത്തോ റസൂലുള്ളാഹിന്റെ ഹദീസോ നമുക്ക് കാണാൻ കഴിയില്ല. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് തവാഫ് ചെയ്യുമ്പോഴും സഈ ചെയ്യുമ്പോഴും ആ പരിശുദ്ധമായ ഹറമിന്റെ ഉള്ളറകളിൽ വന്ന് പരിശുദ്ധമായ ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്ര ഭാഗ്യം ചെന്നവരാ. അവരെ പറ്റി അല്ലാഹ് പറഞ്ഞിട്ടില്ല അവര് മരിച്ചു എന്ന് നിങ്ങൾ പറയാൻ പാടില്ല, നബി തങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരേ ഒരു അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയവരെ പറ്റി മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഓർത്തു പോകുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ ഒരു ചെറിയ അനുജൻ ഇവിടെ ഖിറാഅത്ത് ഓതി. അതിൽ ഇന്നത്തെ സംസാരത്തിന്റെ വിഷയമാണ് ഖിറാഅത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഖുർആന് ഒരു അമല് ചെയ്യുന്നവനെ പറ്റി പറഞ്ഞു അവന് മരിച്ചെന്ന് പറയാൻ പാടില്ല. അവരാരാണ്? അള്ളാഹുവിന് വേണ്ടി 5 നേരം നമസ്കരിക്കുന്ന നമസ്കാരക്കാരന് പാതിവഴിയിൽ മരണപ്പെട്ടു പോയാൽ, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന സഹോദരന് സുജൂദിൽ കിടന്ന് മരണപ്പെട്ടു പോയാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോക്കുന്ന ഒരു സഹോദരന് പാതിവഴിയിൽ മരണപ്പെട്ടു പോയാൽ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചു ദ്വാരക്കുമ്പോ ഹജറുൽ അസ്വദ് മുത്തുമ്പോ, അതുപോലെ തവാഫ് ചെയ്തുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ മരണപ്പെട്ടു പോയാ, അങ്ങനെ മരണപ്പെടുന്നവനെ പറ്റി നിങ്ങൾ മരിച്ചെന്ന് പറയാ പാടില്ലെന്നല്ല പറഞ്ഞിട്ടില്ല. ആദരവായ പ്രവാചകന് ലോകത്തോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. സഹോദരങ്ങളെ, എന്നാൽ ഒരേ ഒരു അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയവരെ പറ്റി മരിച്ചെന്ന് പറയാ പാടില്ലെന്നല്ല പറഞ്ഞെങ്കിൽ അവരാരാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹ് പറയുകയാണ്, വലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. അല്ലാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി പോരാടി മരണപ്പെട്ടു പോയ, രണാകണത്തിൽ പിടഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയ രക്തസാക്ഷികളുണ്ടല്ലോ സഹോദരങ്ങളെ, അവരെ പറ്റി അല്ലാഹ് പറയുകയാണ് അവര് മരിച്ചെന്ന് പറയാ പാടില്ല, അവര് മരിച്ചെന്ന് എഴുതാൻ പാടില്ല, അവര് മരിച്ചെന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. മുസ്ലിം ചെറുപ്പക്കാരാ, അവരെവിടെയാണുള്ളതെന്നറിയോ? അല്ലാഹ് തന്നെ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബല്ലഹിയാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവരല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവര് പടച്ചതമ്പുരാന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. സഹോദരങ്ങളെ, മുത്തായ നബി തങ്ങൾ പറയുകയാണ്, ദീനിനു വേണ്ടി പടപൊരുതിയ രക്തസാക്ഷികളുണ്ടല്ലോ, ബദരീങ്ങൾ മരിച്ചിട്ടില്ല, ഉഹദീങ്ങൾ മരിച്ചിട്ടില്ല, ഖന്തഖീങ്ങൾ മരിച്ചിട്ടില്ല, ഖൈബരീങ്ങൾ മരിച്ചിട്ടില്ല, യർമൂക്കീങ്ങൾ മരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി മരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു പോയ ശുഹദാക്കളുണ്ടല്ലോ. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 15
17ാമത്തെ രാവിൽ ബദർ മൗലൂദ് ഓതിയിട്ട് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒജീനം വാങ്ങി വീട്ടിലോട്ട് കടന്നു പോകുമ്പോഴാണ് ഭാര്യ ചോദിക്കുന്നു, എവിടെ നിന്ന് കിട്ടിയതാ ഈ ചോറ്, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ബദരീങ്ങളുടെ ആണ്ടായിരുന്നു, അവര് മരണപ്പെട്ടിട്ട് 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറയാൻ പാടില്ല. പൊന്നുമോനെ, ബദരീങ്ങൾ മരിച്ചിട്ടില്ലടാ, ബദരീങ്ങൾ മരിച്ചിട്ടില്ല, ഓഹദീങ്ങൾ മരിച്ചിട്ടില്ല, ഖന്തഖീങ്ങൾ മരിച്ചിട്ടില്ല. അവര് മാത്രമാണോ അല്ലാഹുവിന്റെ ദീനിനെ വിശ്വസിച്ചതിന്റെ പേരിൽ, പ്രബോധനം ചെയ്തതിന്റെ പേരിൽ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീന്റെ പൊന്നുമക്കളുണ്ടല്ലോ. റമീൽ ഔറ എന്ന് പറയുന്ന പെങ്ങളെ മറക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. നമുക്ക് റമീൽ ഔറ എന്ന പെങ്ങളെ മറക്കാൻ കഴിയൂല. യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ പൊന്നുമോളാണ് തക്കാളിയുടെ നിറമുള്ള 17 വയസ്സുകാരിയായ റമീൽ ഔറ. ഈ റമീൽ ഔറ എന്ന പാവപ്പെട്ട പൊന്നുമോള് 17 വയസ്സ് കഴിഞ്ഞപ്പോൾ കല്യാണാലോചന നടത്തുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. സുന്ദരിയല്ല റമീൽ ഔറ, സുമുഖിയല്ലേ റമീൽ ഔറ. ആപ്പിളിന്റെ നിറമുള്ള റമീൽ ഔറ എന്ന ഫലസ്തീന്റെ പൊന്നുമോള്, ആ പൊന്നുമോളെ ഇസ്രായേലിന്റെ 8ഓളം വരുന്ന പട്ടാളക്കാര് പിടിച്ചുകൊണ്ടുവന്ന് യാക്കൂബ് എന്ന് പറയുന്ന പിതാവിനോട് പറയുകയാണ്, ഈ റമീൽ ഔറ എന്ന പൊന്നുമോളെ പരിപൂർണ്ണ നഗ്നയാക്കിയിട്ട് ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ യാക്കൂബ് എന്ന പിതാവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറയുകയാണ്, യാക്കൂബിനോട് പറയുന്നു, വ്യഭിചരിക്കടാ വ്യഭിചരിക്കടാ എന്ന് പറഞ്ഞപ്പോ എന്റെ കാൽമുട്ടിനിടയിൽ മുഖമമർത്തി വെച്ചുകൊണ്ട് യാക്കൂബ് കരയുകയാണ്, അല്ലാഹുവേ, എന്റെ പൊന്നുമോളെ വ്യഭിചരിക്കാൻ എന്നോട് പറയുന്ന ക്രൂരന്മാരായ പട്ടാളക്കാരുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന യാക്കൂബ് എന്ന പിതാവിന്റെ മുമ്പിൽ തന്റെ പൊന്നുമോളെ ബലാത്സംഗം ചെയ്യാൻ പറയുമ്പോ യൂസുഫ് എന്ന് പറയുന്ന പ്രതിശുദ്ധവരം മുന്നിൽ നിൽക്കുകയാണ്. യാക്കൂബ് എന്ന് പറയുന്ന സഹോദരൻ പൊട്ടി പൊട്ടി കരയുകയാണ്. ആ സമയത്തല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബിന്റെ മുമ്പിൽ വെച്ച്, യൂസുഫ് എന്ന് പറയുന്ന സഹോദരന്റെ മുമ്പിൽ വെച്ച് 8ഓളം വരുന്ന ഇസ്രായേലിന്റെ കൂറന്മാരായ പട്ടാളക്കാര്, കാമഭ്രാന്തന്മാരായ പട്ടാളക്കാര് റമീൽ ഔറ എന്ന പാവപ്പെട്ട പെങ്ങളെ ബലാത്സംഗം ചെയ്യുകയാണ്. എന്നിട്ട് വെറുതെ വിട്ടോ, ആ പ്രിയപ്പെട്ട പെങ്ങളുടെ രഹസ്യാവയവത്തിൽ ആസിഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ, പാവപ്പെട്ട റമീൽ ഔറ എന്ന പെങ്ങളുടെ കണ്ണിന്റെ പോള പിടിച്ചു മാറ്റിയിട്ട് ആ കണ്ണിനകത്ത് ഇരുമ്പിന്റെ ആണി തറപ്പിക്കുകയാണ്, ഇരുമ്പിന്റെ ആണി അടിച്ചു വെക്കുകയാണ്. ആ പല്ല് മുഴുവനും അടിച്ചു പറിച്ചു കളയുകയാണ്. എന്തിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തിൽ വിശ്വസിച്ചതിന്റെ പേരിലാണെങ്കിൽ ഇല്ല റമീൽ ഔറ മരിച്ചിട്ടില്ല, ഇല്ല ബദരീങ്ങൾ മരിച്ചിട്ടില്ല, ഇല്ല ഖന്തഖീങ്ങൾ, ഖൈബരീങ്ങൾ, യർമൂഖീങ്ങൾ, ഹുദൈബിയങ്ങൾ മരിക്കുകയില്ല, തബൂക്കീങ്ങൾ മരിക്കുകയില്ല. അവരെവിടെയാണെന്നറിയോ? മുത്തുനബി പറയുകയാണ്, പച്ചപ്പക്ഷികളുടെ ഉള്ളറകളുടെ അവിടെ ആത്മാക്കളെ അല്ലാഹ് കടത്തിവിടുകയാണ്. അവരിങ്ങനെ സുന്ദരമായ സ്വർഗത്തിന്റെ സുന്ദരമായ പർവീസകളിൽ കൈകൊണ്ട് തൊട്ടാല് പൊട്ടിച്ചിരിക്കുന്ന മണിവീണക്കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അല്ലാഹുവിന്റെ സുഖലോലഭ സ്വർഗത്തിന്റെ സുന്ദരമായ അന്തരീക്ഷത്തിലൂടെ പാറിപ്പറന്ന് കളിക്കുകയാണ്. വൈകുന്നേരമാകുമ്പോ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലുള്ള അരസിന്റെ ചുവട്ടിലുള്ള വിളക്കുമാടത്തിൽ വന്ന് അഭയം പ്രാപിക്കുമെന്ന് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മദീനയുടെ മണവാളനെ, ആമിനാടെ പൊന്നുമോ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ബദരീങ്ങൾ മരിച്ചിട്ടില്ല. ഇസ്ലാമിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ചവർ മരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷിയുടെ പ്രതിഫലം പറയണമെങ്കിൽ ഈ 2 മണിക്കൂർ പോരാ. വിവരമുള്ളവർക്ക് എനിക്കത് മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വണ്ണമായ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. അതുകൊണ്ടല്ലേ ചെറിയ പ്രായത്തിലുള്ള മക്കൾ പോലും എന്റെ സമുദായം കേൾക്കണം, എന്റെ പ്രിയപ്പെട്ടവർ അണിയണം. എന്റെ സഹോദരങ്ങളെ, ഒരു യുദ്ധത്തിന് റസൂലുള്ള എല്ലാവരെയും അണിനിരത്തിയിട്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്കറിയോ? എവിടെയാണ് മിമ്പറിൽ ഖതീബ് നിൽക്കുമ്പോൾ വാള് പിടിക്കുന്നത്? എവിടെ? ഏത് കയ്യിലാണ്? ഏത് കയ്യിലാ വാള് പിടിക്കുന്നത്? വലത്തോ ഇടത്തോ? നമ്മുടെ നാട്ടിലെ കണ്ടിട്ടില്ലേ? വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ വാള് പിടിക്കുന്നത്? ഇതൊരു ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ തുടക്കമാണ്. GCCയിൽ ഇനി വരാനുള്ളൊരു പ്രദേശം ബഹ്റൈനാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം അബൂബക്കർ ഹാജിയുടെ നേതൃത്വത്തിൽ വരാമെന്നേറ്റു, പിന്നെ വരാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആദ്യമായിട്ടാണ് ബഹ്റൈനിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 4ാമത്തെ വർഷമല്ലേ കബീർ വാക്കവി നോൺ സ്റ്റോപ്പ് വാള് പറഞ്ഞോട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് പരസ്പരം ചർച്ച ചെയ്തിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം. ഏത് കയ്യിലാണ് വാള് പിടിക്കുന്നത്? ഇടത്തെ കയ്യിലും.
ഞാൻ ചോദിക്കട്ടെ, ശക്തിയുള്ള കൈ ഏതാണ്? വലത്താണോ ഇടത്താണോ? വലത്തെ കൈയാണ് ശക്തി കൂടുതൽ. ഏത് കൈയിലാ വാള് പിടിക്കേണ്ടത്? യഥാർത്ഥത്തിൽ വലത്തെ കൈയിൽ. ഈ ഇടത് കൈയിൽ വാള് പിടിക്കുന്നതിന് വലിയൊരു സൂചനയുണ്ട്. എന്താണെന്നറിയോ? വലത്തെ കൈ, ആ നല്ല ആരോഗ്യമുള്ള വലത്തെ കൈയില് ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയ പരിചയാണ് പിടിക്കുന്നത്. പരിച. ഇടത്തെ കൈയില് വാള്, ആരോഗ്യം കുറഞ്ഞ കൈയില് വാള്. എന്താ കാര്യം? നമുക്ക് ആരെയും മർദ്ദിക്കലോ ഉപദ്രവിക്കലോ അല്ല ലക്ഷ്യം. നമുക്ക് രക്ഷപ്പെടലാണ്. ആരോഗ്യമുള്ള കയ്യിലിരിക്കുന്ന പരിചയ കൊണ്ട് രക്ഷപ്പെടലാണ്. വേണ്ടി വന്നാൽ പതുക്കെ ഇടത്തെ കൈ കൊണ്ട് ഒരു ചെറിയൊരു രീതിയിൽ ഒരു പോന്തൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിന് വേണ്ടി അണിനിരട്ടി നിൽക്കുന്ന സഹാബത്തിനോട് ദീനിന്റെ യുദ്ധത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ കുട്ടി ഓടി വരികയാണ്. ആ സമയത്ത് ആ പൊന്നുമോൻ ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് യുദ്ധം ചെയ്യണം. റസൂല് പറഞ്ഞു, പൊന്നുമോനെ, ഇത് കളിക്കളമല്ല, രണാങ്കണമാണ്. പൊന്നുമോൻ അകത്തോട്ട് പോകാൻ പറഞ്ഞു. ഇല്ല നബിയെ, രണാങ്കണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട മകനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, നീ ചെറിയ കുട്ടിയാണ്, പൊക്കോളാൻ പറഞ്ഞു, വലുതാകട്ടെ, അപ്പൊ നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അണികളെ നിരത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ പൊന്നുമോൻ വന്നു. എങ്ങനാ വന്നതെന്നറിയോ? ഹദീസുകളിൽ പറയുന്നു, ആ പൊന്നു മോനെ തള്ളവിരൽ നിലത്തൂന്നിയിട്ട് ഇങ്ങനെ തല പൊന്തിച്ചിട്ട് വലിയ ആളായെന്ന് അറിയിച്ചുകൊണ്ട് വരിക. വലിയ ആളായെന്ന് അറിയിച്ചിട്ട് രണ്ട് തള്ളവിരലുകൾ നിലത്തൂന്നിയിട്ട് നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യോ? വരും നമ്മുടെ മുമ്പിൽ തള്ളവിരൽ നിലത്തൂന്നിയിട്ട് ഇങ്ങനെ വലിയ ആളായെന്നും പറഞ്ഞു വരും. എന്തിനാണ്? യുദ്ധത്തിന് പോകാനല്ല, മറിച്ചോ പാപ്പ പെണ്ണിട്ടറായി ഞാൻ ഇപ്പോ എന്നറിയിക്കാൻ വേണ്ടിയിട്ട് വരും, അല്ലാതെ വരില്ല. എന്റെ സഹോദരങ്ങളെ, അത്രത്തോളം ആവേശമാണ്. അങ്ങനെ വന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ കുഞ്ഞിന്റെ ആവേശം കണ്ടപ്പോ, മോനെ, നീ എവിടെയെങ്കിലും നിന്നോ, നിനക്ക് ആ പ്രതിഫലം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മകനെ കൂടെ യുദ്ധത്തിന് അനുവാദം കൊടുത്തു. അപ്പോഴാണ് അവന്റെ കൂട്ടത്തിലുള്ള മറ്റൊരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്നാ എനിക്കും അനുവാദം വേണം. നബി പറഞ്ഞു, പൊന്നുമോനെ, അവന്റെ ആവേശം കണ്ടിട്ട് കൊടുത്തതാ. ഈ കൊച്ചുകുട്ടി റസൂലുള്ളാഹിയോട് പറയാൻ, നബിയെ, എനിക്ക് ആരോഗ്യം ഇല്ലെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അനുവദിക്കാത്തതെങ്കിൽ ഞാനും അവനും തമ്മിലൊന്ന് ഫൈറ്റ് നോക്കാം, ആര് ജയിക്കുമോ അവരെ നിങ്ങൾ ഇതിൽ പങ്കെടുപ്പിച്ചോളാം പറഞ്ഞു. അത്ര ആവേശത്തോടെ സഹാബത്തിന്റെ പ്രിയപ്പെട്ട മക്കള് വന്നത് എന്തുകൊണ്ടാണ്? മരിച്ചിട്ടും മരിക്കാത്തവരെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അവര് രക്തസാക്ഷികളാണ്. തീരുന്നില്ല സഹോദരങ്ങളെ. ഞാൻ ചുരുക്കി പറയുകയാണ്, എന്റെ വിഷയത്തിലോട്ട് കടന്നു വരികയാ. സഹോദരങ്ങളെ, അള്ളാന്റെ അനുഗ്രഹീതമായ സ്വർഗമല്ലേ നമ്മുടെ ലക്ഷ്യമാ. സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സുന്ദരമായ സ്വർഗത്തിന്റെ ഉള്ളറകളിലോട്ട് കടന്നു പോയാ അവിടെ നിന്ന് പുറത്തു വരാൻ ആരെങ്കിലും കൊതിക്കുമോ? കൊതിക്കില്ല. നമസ്കാരക്കാരൻ സ്വർഗത്തിൽ പോയാൽ പടച്ചവനോട് പറയുമോ, അല്ലാഹുവേ, ഞാൻ നമസ്കാരം നിർവഹിച്ചു സ്വർഗത്തിലോട്ട് കടന്നു വന്നതാണ്, ഒരാഗ്രഹമുണ്ട് തമ്പുരാനെ, സ്വർഗത്തിൽ നിസ്കാരമില്ലല്ലോ, ഞാൻ എന്റെ നാട്ടിലോട്ട് കടന്നു പോയി 2 റക്അത്ത് നമസ്കരിക്കട്ടെ അല്ലാ. അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ നിന്ന് നാട്ടിലേക്കൊന്ന് തിരിച്ചു പോകണം, ദുനിയാവിലൊന്ന് മടങ്ങി പോകണം. ഒരു നിസ്കാരക്കാരനും അല്ലാഹുവോട് പറയൂല, നോമ്പുകാരൻ അല്ലാഹുവിനോട് പറയൂല, അല്ലാഹുവേ, നോമ്പ് പിടിച്ചത് കൊണ്ടാണല്ലോ സ്വർഗം എനിക്ക് നീ തന്നത്, എനിക്ക് നാട്ടിലോട്ടൊന്ന് മടങ്ങിപ്പോയി, ദുനിയാവിലൊന്ന് മടങ്ങിപ്പോയി, എനിക്കൊന്ന് നോമ്പ് പിടിക്കാ പൂതിയുണ്ട് നാദാ. ഒരു നോമ്പുകാരനും അല്ലാഹുവിനോട് പറയൂല, ഹജ്ജിന് പോയവനും പറയൂല, ദാനധർമ്മം ചെയ്യുന്നവനും പറയൂല. സഹോദരങ്ങളെ, സ്വർഗത്തിൽ കയറിയാ പിന്നെ എനിക്കും നിങ്ങൾക്കും അമലിനെ പറ്റിയുള്ള ചിന്തയില്ല. അവിടെ നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ദാനധർമ്മങ്ങളില്ല, ഒന്നും തന്നെയില്ല. അവിടെ അല്ലാഹു സുഖിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സുന്ദരമായ സ്വർഗമാണ്. അവിടെ നിസ്കാരമില്ല, അനുസരണയില്ല, അവിടെ ഒന്നും തന്നെയില്ല. ഇവിടെ എന്ത് നിഷിദ്ധമായോ അവിടേക്ക് അല്ലാഹു തരികയാണ്. കല്ലാറുണ്ട്, തേനാറുണ്ട്, പാലാറുണ്ട്, എല്ലാറുമുണ്ട്. സഹോദരങ്ങളെ, എല്ലാം നമുക്ക് അല്ലാഹു അനുവദിച്ചു തന്ന സ്വർഗമാണ്. ഈ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്ന രക്തസാക്ഷികളോട് അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് ലോകത്തോട് പഠിപ്പിക്കുകയാണ്, ഹല തസ്തഹൂന ശൈആ. രക്തസാക്ഷികളോട് പടച്ചതമ്പുരാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ മക്കളെ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ, അനുഗ്രഹീതമായ സൽസബീൽ കിട്ടിയ, അനുഗ്രഹീതമായ തസ്നീം കിട്ടിയ, സ്വർഗത്തിന്റെ സുന്ദരമായ പർദീസകളുടെ വിശാലമായ ആ മുറ്റത്തിലൂടെ പാറിപ്പറന്നളിക്കുന്ന രക്തസാക്ഷികളുടെ റൂഹുകള് അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാഹുവേ, ഞങ്ങൾക്കൊന്നും വേണം, ഞങ്ങൾക്കെല്ലാം തൃപ്തിയായി. ആ സമയത്ത് അല്ലാഹു പറയും, പോരാ, നിങ്ങൾ എന്തെങ്കിലും ഒന്നുകൂടി ചോദിക്കുക.
വേണ്ട റബ്ബേ, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം നീ തന്നല്ലോ. നിനക്ക് വേണ്ടി നീ നിങ്ങളുടെ ശരീരം തന്നപ്പോ നീ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തന്നല്ലോ റബ്ബേ, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹ് പറയുകയാണ്, പോലെ നിങ്ങൾ എന്തെങ്കിലും ഒന്നുകൂടി ചോദിക്കുക. ആ സമയത്ത് മലക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, രക്തസാക്ഷികളുടെ റൂഹുകൾ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്നാളൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരേ ഒരു ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? അല്ലാഹ് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആ സമയത്താണ് രക്തസാക്ഷികൾ ചോദിക്കുകയാണ്, അന്തറുദ്ദ അർവാഹന ഫീ അജ്സാദിനാ, അല്ലാഹുവേ, ഞങ്ങളുടെ റൂഹുകളെ ഞങ്ങളുടെ ശരീരത്തിലോട്ടൊന്ന് മടക്കി തരുമോ? ഞങ്ങളുടെ ആത്മാക്കളെ ശരീരത്തിലോട്ടൊന്ന് മടക്കി തരുമോ തമ്പുരാനെ? ഭാര്യ മക്കളോടൊപ്പം ജീവിച്ചു കൂടിയിരാത്തതിന്റെ പേരിലല്ല, ബിസിനസിന്റെ ലാഭത്തിന്റെ കണക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ല. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, മണിയറയിൽ നിന്ന് പോലും എഴുന്നേറ്റ് പോയി യുദ്ധം ചെയ്ത സഹാബത്തിന്റെ ആയിരുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ വിളി വന്നപ്പോൾ, പോരാട്ടത്തിന്റെ വിളി വന്നപ്പോ മണിയറയിൽ തന്റെ പ്രിയപ്പെട്ട വധുവിനോട്, തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന മുമ്പ്, അവളുമായി ശരീരമൊന്ന് പങ്കുവെക്കുന്നതിന് മുമ്പ്, അവളുമായി തന്റെ മനസ്സൊന്ന് തുറക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിളി വന്നപ്പോ, എഴുന്നേറ്റ് ഭാര്യയോട് ചോദിക്കുകയാണ്, പെണ്ണ് ഉമ്മു ജമീല, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും യുദ്ധത്തിന് പോകുമ്പോ ഞാനും നീയും മണിയറയ്ക്കുള്ളിൽ കിടക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധത്തിന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ ഉമ്മു ജമീല എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യനെ വധിക്കുകയാണ്. ഉമ്മു ജമീല എന്ന ഭാര്യനെ വധിക്കുകയാണ്. ജീവിതത്തിന്റെ കൊഴുതീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് പ്രവാസിയായി ഗൾഫ് രാജ്യത്തോട്ട് വണ്ടി കയറുന്ന, വിമാനം കയറുന്ന ഗൾഫുകാരൻ അറിയാമല്ലോ വിവാഹത്തിന്റെ വേദന, ദാമ്പത്യ ജീവിതത്തിന്റെ വേദന അറിയുമല്ലോ. എന്നാൽ ഇവിടെ കല്യാണം കഴിഞ്ഞ് 3 മാസമായില്ല, ഒരു ദിവസം പോലും പൂർത്തിയായില്ല. മണിയറയിൽ കിടന്നിട്ട് തന്റെ പ്രിയപ്പെട്ടവളോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവളെ, റബ്ബിന്റെ നാഥന്റെ ദീനിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ വിളി വരികയാണ്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉമ്മു ജമീല പറഞ്ഞതെന്താണ്? പൊക്കൊള്ളുക പ്രിയപ്പെട്ടവനെ, സ്വർഗം കിട്ടിയ അതുവഴി എനിക്കും അല്ലാതെ സ്വർഗത്തിലൊന്ന് കയറാമല്ലോ, അതുകൊണ്ട് നിങ്ങൾ പൊക്കൊള്ളുക എന്ന് പറഞ്ഞ് രണാങ്കണത്തിലോട്ട് പറഞ്ഞു വിടുകയാ. സഹോദരങ്ങളെ, രണാങ്കണത്തിൽ വന്ന് പിടന്നു വീണ് മരിക്കുന്ന സമയത്ത് ആ രക്തസാക്ഷി പോല് നാളെ അല്ലാഹുവിനോട് പറയുന്നത്, അന്തറുദ്ദ അർവാഹന ഫീ അജ്സാദിനാ, അല്ലാഹുവേ, ഞങ്ങളുടെ റൂഹിനെ ഞങ്ങളുടെ ശരീരത്തിലോട്ട് മടക്കി തരണമെന്ന് പറയുന്നത് ഭാര്യയോടൊപ്പം ജീവിക്കാനല്ല, പൊന്നാര മക്കളെ താലോലിക്കാനല്ല, മറിച്ചോ അല്ലാഹുവേ, ഹത്താ നഖ്തുല 10 മറോ, 10 വട്ട രക്തസാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരക്കാര സ്വർഗത്തിൽ പോയാ പിന്നെ നിസ്കാരത്തിന്റെ കഥ ഓർക്കൂല, നോമ്പുകാര സ്വർഗത്തിൽ പോയാ പിന്നെ നോമ്പിന്റെ ചൈതന്യം അവന് മനസ്സിലാകൂല. പക്ഷെ രക്തസാക്ഷി സ്വർഗത്തിൽ പോയാൽ ശരീരത്തിൽ വെട്ടേറ്റതിന്റെ വേദന അവന് സുഖമായി തോന്നുകയാണ്. 1000 വേദനകൾ എന്റെ പ്രിയപ്പെട്ടവരെ അനുഭൂതികളായി, സന്തോഷമായി, സുഖമായി ആസ്വാദിക്കുന്ന ഏറ്റവും വലിയ സുഖാഡംബരമായി ശരീരത്തിൽ ആപരിച്ചു പോയ വെട്ടുപോലെ കാണുന്നവരാ രക്തസാക്ഷികൾ. സ്വർഗത്തിലോട്ട് പോയിട്ട് മടങ്ങി വരാ കൊതിക്കുന്നവരാ രക്തസാക്ഷികൾ. ചില്ലറ കാര്യമല്ല. സ്വർഗത്തിൽ പോയാലും തിരിച്ചു വീണ്ടും വരണമെന്ന് കൊതിക്കുന്ന ഒരേ ഒരു വിഭാഗം രക്തസാക്ഷികളാണ്. ഈ രക്തസാക്ഷികൾക്ക് അല്ലാഹു തആല കൊടുത്ത പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ വിവരിക്കാൻ നമുക്ക് കഴിയില്ല. ഒരൊറ്റ ഹദീസ് നബി തങ്ങൾ പറയുന്നു, ഒരു രക്തസാക്ഷിയുടെ തുള്ളി, ആദ്യത്തെ രക്തത്തിന്റെ തുള്ളി നിലത്ത് വീഴുമ്പോഴേക്കും അവന്റെ എല്ലാ പാപവും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അത്രത്തോളം പുണ്യമുള്ള ഈ സ്വർഗത്തിലേക്ക് കടന്നുപോയ രക്തസാക്ഷികൾ എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചിട്ടും മരിക്കാത്തവരെന്ന് അല്ലാഹു പറഞ്ഞ, സ്വർഗത്തിൽ പോയി വീണ്ടും തിരിച്ചു വന്നിട്ട് അമൽ ചെയ്യാൻ പൂതിയുള്ള ഒരു വിഭാഗം രക്തസാക്ഷികൾ, അവർക്ക് കിട്ടുന്ന പ്രതിഫലം, അവർ ഇത് കിട്ടിയത് എന്തുകൊണ്ടാണ്? വാളും എടുത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി. ചില്ലറ കാര്യമല്ല. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുവിന്റെ വാളിനിരയായിക്കൊണ്ട് തന്റെ വലത്തെ കൈയുടെ തോളല് വെട്ടിക്കളഞ്ഞു ശത്രു. ഒരു തോല്, ആ തൊലിയിൽ ഇങ്ങനെ വലത്തെ കൈ ഇങ്ങനെ ആടുകയാണ്. ഇടത്തെ കൈയിൽ വാളം പിടിച്ചുകൊണ്ട് ഓടുന്ന പാവപ്പെട്ട സഹാബിക്ക് ഈ ഒരു തോലിൽ തൂങ്ങിയാടുന്ന വലം കൈ തടസ്സമാണെന്ന് കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്തെന്നറിയോ? ആ കൈ പതുക്കെ നിലത്തങ്ങ് വിരിച്ചിട്ട് വലത്തെ കാല് കൊണ്ട് വലത്തെ കൈയുടെ പുറത്തൊന്ന് ചവിട്ടി, എന്നിട്ട് മേപ്പോട്ടൊരൊറ്റ വലിയാണ്.
ആ സമയത്ത് ശേഷിക്കുന്ന തോലിൽ നിന്ന് കൈയങ്ങ് വിട്ടുമാറി ഇടത്തെ കൈ കൊണ്ട് ആ കൈയെടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും രണാങ്കണത്തിലേക്ക് പോയി. എന്തുകൊണ്ടാണ്? അവർക്കതിലൊരു സുഖം കണ്ടെത്തി. ഇത്രയും കഷ്ടപ്പെട്ട് അള്ളാഹുവിന് വേണ്ടി അവര് പോരാടി ജീവിതവും സമയവും രക്തവും സമ്പത്തും ഒക്കെ അള്ളാഹിന് കൊടുത്ത രക്തസാക്ഷികൾ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയാൻ പോകുന്ന വിഭാഗങ്ങൾക്ക് അള്ളാഹു തആല അവന്റെ പ്രവാചകൻ പറയുന്നു, ഈ പ്രതിഫലം നിങ്ങൾക്ക് കരഗതമാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സമുദായം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ശ്രദ്ധയോടെ ഈ വിഷയം നിങ്ങൾ കേൾക്കണം. നാളെ ഉദ്ഘാടന പരിപാടികളൊക്കെ വളരെ കുറവാണ്. നാളെ കൃത്യം 8 മണിക്ക് തന്നെ 8:30 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് നാളെ പരിഭ്രാന്തിയോടെ പരലോകത്തേക്ക് എന്ന് പറയുന്ന വിഷയമാണ്. ആരും ആരെയും സഹായിക്കാനില്ലാതെ ഇപ്പോ അൽഹംദുലില്ലാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായാൽ സഹായിക്കാൻ ആളുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. പാവപ്പെട്ട കിഡ്നി രോഗം ബാധിച്ച് വൃക്ക സംബന്ധമായ രോഗം കഠിനമായ ആയിരക്കണക്കിന് ആളുകൾ ചികിത്സിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കൊരു താങ്ങായി തണലായി നമ്മുടെ ഈ നാട്ടിലെ ബഹ്റൈനിന്റെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ഇതിന്റെ സംഘാടകര് ഒരു തീരുമാനമെടുക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ ആളുണ്ട്. പരലോകത്ത് ആരുമാരെയും സഹായിക്കാനില്ലാത്ത 3 സ്ഥലങ്ങളുണ്ട്. അവിടെ 3 സ്ഥലങ്ങളിൽ ആരും ആരെയും സഹായിക്കാനില്ല. അവിടെ രക്ഷപ്പെടാനുള്ള 3 മാർഗം നാളെ ഞാൻ പറയാൻ പോകുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വിഷയം 5 വിഭാഗത്തിന് 5 അമലുകൾ ഞാൻ പറയും. വളരെ ശ്രദ്ധയോടെ അക്കമിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയും. ഇന്ന് നമ്മുടെ തുടക്ക ദിവസമാണ്. എല്ലാ രീതിയിലും തുടക്കത്തിൻ്റെതായ കുറവുകൾ ഏത് സദസ്സിലും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇവിടെ അങ്ങനെ ഒരു തടസ്സവും അങ്ങനെ ഒരു കുറവും ഇല്ലെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പരിപാടി, എൻ്റെ സമാപനവും നിങ്ങൾ ഓരോരുത്തരുടെയും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ വന്നവരെ വരാത്തവരെ കൊണ്ടുവന്ന് ഇൻഷാ അല്ലാഹ് ഈ ധന്യമായ സദസ്സ് വൻ വിജയമാക്കി തീർക്കണമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, 5 വിഭാഗത്തിന് അല്ലാഹു തആല 5 അമലുകൾ തന്നിട്ടുണ്ട്. അതുവഴി ഈ പറയപ്പെടുന്ന രക്തസാക്ഷികളുടെ കൂലി കരസ്ഥമാക്കാൻ കഴിയും. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യത്തെ ഒരു ദുആയാണ്. ദുആ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നൊരു സംഭവമുണ്ട്. ഇടയ്ക്ക് ഞാനൊരു സ്ഥലത്ത് വഅള് പറഞ്ഞു. സ്ഥലമൊന്നും ഞാൻ പറയില്ല. നമ്മുടെ കേരളത്തിൽ വഅള് പറയുന്ന സ്ഥലങ്ങൾ ഞാൻ ഗൾഫ് നാടുകളിൽ പറയില്ല. കാരണം എന്താണ്? ഇപ്പം ഈ രാത്രി തന്നെ അവിടെ അറിയും. കാരണം അതാരളെ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇവിടെ നിൽക്കുന്നവർ എന്തായിരുന്നാലും ഈ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ നാട്ടിലുള്ളവരുടെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടാവും. ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കും. അങ്ങനെ ഒരു കാലമാണിത്. അങ്ങനെ ഒരു കാലമാണ്. നമ്മളിപ്പോൾ ഒരു പരിപാടി, ഒരു പ്രസംഗം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വെറുതെ ഒന്നിങ്ങനെ യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ പേരൊന്ന് അടിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റ് അടിച്ചു നോക്കിയാൽ ഇന്നത്തെ മുഴുവൻ പ്രസംഗവും അപ്പോഴേ യൂട്യൂബിനകത്ത് കിടക്കുകയാണ്. ആ ഒരു എല്ലാ സ്പീഡിൻ്റെ കാലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് അവിടെ ഒരുപാട് പേര് ദ്വാരക്കാൻ വേണ്ടി തന്നു. വിവാഹം നടക്കുന്നില്ല, പ്രായമായ മക്കള്, ഒരുപാട് പ്രായമായ പെൺമക്കൾ, അവരുടെ വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ചെറിയ ദുആ അവരെ പഠിപ്പിച്ചു. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട പൊന്നു മകളെ കല്യാണം കഴിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുആ ഓതിയപ്പോഴാണ് കല്യാണം നടന്നത് എന്ന് ഖുർആനിൻ്റെ ചില ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പ്രസംഗിച്ച് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ദുആ ചെയ്ത് സംഘാടകർ പോയി. ഞാൻ പോകാൻ വേണ്ടി വണ്ടിയിലോട്ട് കയറുമ്പോൾ ഒരു 10-90 വയസ്സായൊരു ഉപ്പാപ്പ, ഒരു 10-90 വയസ്സ് വരും. അദ്ദേഹം ഒരു വലിയ ലൈറ്റ് ടോർച്ചൊക്കെ ഉണ്ട് കയ്യിൽ. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് മോനിങ് വന്നേന്ന് പറഞ്ഞു. ഞാൻ അടുത്തോട്ട് ചെന്നു. എന്നോട് ചോദിച്ചു, ആ ദുആ എത്ര പ്രാവശ്യം ഓതണം? ഞാൻ ചോദിച്ചു, ആർക്കാ? അമ്മക്ക് എന്നെ, ബീവിക്ക് പഴയ സ്നേഹമൊന്നുമില്ല. 90 വയസ്സായി ഉപ്പാപ്പ കല്യാണം കഴിക്കുന്ന ആയത്ത് ഓതണമെന്ന് പറഞ്ഞപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുക. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഓടിയെടുക്കും, അത് നമ്മൾ എഴുതിയെടുക്കും, പഠിക്കും. അതിലൊന്നും നമുക്ക് ഒരു തടസ്സവും ഇല്ല. ദാ ഈ പറയാൻ പോകുന്ന ദുആയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ മൊബൈലുള്ളവർ റെക്കോർഡ് ചെയ്തോളി, ഇല്ലാത്തവർ മനസ്സിൽ കണക്ക് കൂട്ടിക്കോളി. നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും, ഓഫീസ് ഇരിക്കുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ദുആ. അതുവഴി അള്ളാഹു തരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, നബിയേ, ലൈസ ശഹീദു ഇല്ലാ മൻ ഖുതില ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ പടപൊരുതിയിട്ട് രക്തസാക്ഷികളാകുന്നവര്, ശരീരം പീസാക്കപ്പെടുന്നവര് മാത്രമാണോ നബിയേ? ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികളെ നയാഗ്ര പോലെ ഒലിച്ചിറങ്ങുന്നവര് മാത്രമാണോ രക്തസാക്ഷികള്? ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങള് ചിന്നിച്ചിളറിയിട്ട് ശരീരമാസകലം പൊട്ടിപ്പിളർന്നു പോയി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വെട്ടേറ്റുകൊണ്ട് പിടഞ്ഞ് മരിക്കുന്നവര് മാത്രമാണോ രക്തസാക്ഷി?
രക്തസാക്ഷികൾ അവർക്ക് മാത്രമാണോ സ്വർഗത്തിന്റെ സുന്ദരമായ പദവിയുള്ളത്? അവർക്ക് മാത്രമാണോ മരിച്ചിട്ടും മരിക്കാത്തവരെന്ന് പറഞ്ഞത്? അവര് മാത്രമാണോ നബിയെ? അവര് മാത്രമാണോ രക്തസാക്ഷികളെന്ന് ചോദിക്കുമ്പോ സഹോദരങ്ങളെ, ഓരോ അമലുകൾ പറയുമ്പോൾ അതിന്റെ പ്രതിഫലം പറയുമ്പോ സഹാബത്തിന് വല്ലാത്ത വികാരമാണ്. അവർക്കത് കരകരമാക്കാനുള്ള വെപ്രാളമാണ്. സഹോദരങ്ങളെ, ആയിഷ ബീബി വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, ലൈസ ശഹീദു ഇല്ലാ മൻ ഖുതില ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതുന്നവര്, ശരീരം പീസാക്കപ്പെടുന്നവര് മാത്രമാണോ രക്തസാക്ഷികളെന്ന് ചോദിക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വമല്ലേ ആയിഷ റളിയല്ലാഹു തആല അൻഹ? സഹോദരങ്ങളെ, ആയിഷ ബീവി കാലഘട്ടത്തിന്റെ ചർച്ചയിലേക്ക് വലിച്ചിറക്കുന്ന മുസ്ലിം നാമധാരികൾ പോലുമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പഠിക്കണേ ചെറുപ്പക്കാരാ. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ചരിത്രം പഠിക്കണേ ചെറുപ്പക്കാരാ. ഇന്ന് 4 പെണ്ണ് കെട്ടുന്ന കഥ പറഞ്ഞുകൊണ്ട്, ബഹുഭാരിത്വത്തിന്റെയും ബഹുഭർത്തൃത്വത്തിന്റെയും കഥ പറഞ്ഞുകൊണ്ട്, കോടതികൾ പോലും ഇസ്ലാമിന്റെ ആദർശങ്ങൾ ആശയങ്ങളെ വെല്ലുവിളിയോടെ നേരിടേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരെ ചരിത്രം പഠിക്കുന്നില്ല. ചരിത്രം പഠിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തയ്യാറാകുന്നില്ല. പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കഥ പഠിക്കണേ. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, നബിയെ, രക്തസാക്ഷികളെന്ന് പറയുന്നവര് ശരീര പീസാക്കപ്പെടുന്നവര് മാത്രമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന തന്റെ രാജകുമാരിയോട്, തമ്പുരാട്ടിയോട് മുത്തായ നബി തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, അല്ല ആയിഷ, ശരീര പീസാക്കപ്പെടുന്നവരെ മാത്രമാണ് രക്തസാക്ഷികളെങ്കിൽ ഇതനല്ല ഉമ്മത്തി ഇതല്ല ഖലീ, ഇന്ന ഉമ്മത്തി ഇതല്ല ഖലീ. എന്നാൽ എന്റെ സമുദായത്തിന്റെ രക്തസാക്ഷികൾ കുറഞ്ഞു പോകും, എന്റെ സമുദായത്തിന്റെ രക്തസാക്ഷികൾ കുറഞ്ഞു പോകും ആയിഷ. അതുകൊണ്ട് ശരീരം പീസാക്കപ്പെടുന്നവരെ മാത്രമല്ല, മാരകമായ മുറിവ് പറ്റുന്നവരെ മാത്രമല്ല, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ചിന്നിച്ചിതറി പോകുന്ന അംഗഭേദം വരുന്നവരെ മാത്രമല്ല ആയിഷ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പൊന്നാര നബി തങ്ങൾ പറയുകയാണ്, മനക്കോ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ, സുബഹി സമയത്ത് എഴുന്നേൽക്കുന്നത് മുതൽ പാതിരാത്രി നീ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത് വരെ ആരെങ്കിലും 25 പ്രാവശ്യം ഒരു ദുആ പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇന്നെന്റെ സഹോദരിമാർക്ക് വലിയ മാറ്റമാണ് അൽഹംദുലില്ലാഹ്. ഈ ബഹ്റൈനിൽ വന്നിറങ്ങിയ സമയം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ്, ഉസ്താദേ, ആ വീട്ടിൽ സ്വലാത്തുണ്ട്, ഈ വീട്ടിൽ സ്വലാത്തുണ്ട്. 100 കണക്കിന് 150 കണക്കിന് സഹോദരിമാർ ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി മുത്തായ നബി തങ്ങളെ നാളെ പരലോകത്ത് സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് വെച്ച് റസൂലുള്ളാഹിന്റെ സുന്ദരമായ വദനമുണ്ടല്ലോ, അത് സ്വപ്നത്തിലൊന്ന് കിനാവ് കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്ക് എപ്പോഴും പറയാൻ കഴിയുന്നതാ. ഉമ്മമാരോട് പ്രത്യേകം ഞാൻ ഓട്ടുകയാണ്, സഹോദരിമാരെ, ഇത് എഴുതി വെച്ചൊന്ന് പഠിക്കണേ, ഓതണേ, മറക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും നേരം വെളുത്തത് മുതൽ കിടക്കാൻ ഒരുങ്ങുന്നത് വരെ 25 പ്രാവശ്യം എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയ രക്തസാക്ഷികളുടെ പ്രതിഫലം അല്ലാഹുവിന് കൊടുക്കുന്നതാണ്. അവനവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി, അവനവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി, എങ്ങനെയാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയൂലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എവിടെ വെച്ച് മരിച്ചാലും ശരി, കമ്പോളത്തിൽ വെച്ചാകട്ടെ, കടയിൽ വെച്ചാകട്ടെ, വാഹനത്തിൽ വെച്ചാകട്ടെ, വീട്ടിൽ വെച്ചാകട്ടെ, ഫ്ലൈറ്റിൽ വെച്ചാകട്ടെ, എവിടെ മണലാരണ്യത്തിൽ
കാട്ടിലെ മരുഭൂമിയിൽ വെച്ചാകട്ടെ, എവിടെ വെച്ച് മരിച്ചാലും നമുക്ക് രക്തസാക്ഷിയുടെ കൂലി കിട്ടാ. പൊന്നാര നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയുണ്ട് സഹോദരങ്ങളെ, മുടങ്ങാതെ 25 പ്രാവശ്യം ഒരു ദിവസം ഓതണമെന്നാണ്. അതിനൊരു മറിയ മാർഗമുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ് 5 പ്രാവശ്യം പറയുക, ളുഹർ കഴിഞ്ഞ് 5 പറയുക, അസറും മഗ്രിബും ഇശായും കഴിഞ്ഞ് 5 പ്രാവശ്യം പറഞ്ഞാൽ 5 നേരത്തെ നമസ്കാരത്തിന്റെ പുറകെ 5 പ്രാവശ്യം ഈ ദുആ ഓതിയ ഇൻഷാ അല്ലാഹ് സൂര്യൻ അസ്തമിച്ച് ഞാനും നിങ്ങളെ കിടങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും വിരിപ്പിലേട്ട് ചെല്ലുന്നതിന് മുമ്പ് 25 പ്രാവശ്യം നമുക്ക് ഓതാൻ കഴിയുന്ന ദുആയാണ്, പറയാൻ എളുപ്പമുള്ള ദുആയാണ്. അതുകൊണ്ട് പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണേ. പ്രായമുള്ളവനും പറയാ, ചെറിയ കുഞ്ഞുങ്ങൾക്കും പറയാ, എന്റെ ഉമ്മമാർക്കും പറയാൻ കഴിയുന്ന ദുആ. ഉമ്മമാരോട് പറയുന്ന നിസ്കാരമില്ലാത്ത സമയത്താണേൽ ഈ ദുആ ഓടുന്നതിന് പ്രശ്നമില്ല, തടസ്സമില്ല, യാതൊരു തടസ്സങ്ങളുമില്ല. 25 പ്രാവശ്യം നമ്മൾ പറയേണ്ട ദുആ ഏതാ? ഈ ദുആ പറഞ്ഞു കഴിഞ്ഞ രക്തസാക്ഷിയുടെ കൂലി അല്ലാഹു തരാമെന്ന് പറഞ്ഞ ദുആ ഏതാ? അവൻ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും അവന് രക്തസാക്ഷിയുടെ കൂലിയുണ്ടെന്ന് പറഞ്ഞ, ബിലാൽ ഇബ്നു റബാഹിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞ, സഈദ് ബിൻ അബീ വഖാസിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയ ബദരീങ്ങളുടെ കൂലിയുണ്ടെന്ന് പറഞ്ഞ ആ ദുആ ഞാനെന്ന് പറയട്ടെ. ഇന്നെന്റെ പ്രസംഗത്തിന്റെ സന്ദേശമായി, സമ്മാനമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറയുകയാ. ഏതാണ് ദുആ എന്നറിയോ? നബി തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്, അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത് എന്ന് ഞാൻ നിങ്ങളെ കേൾക്കുന്ന ദുആയാ. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്. അല്ലാഹുവേ, എന്റെ മരണത്തിലോ മരണശേഷമുള്ള ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. സഹോദരങ്ങളെ, മരണം ബറക്കത്താകണ്ടേ, മരണം ബറക്കത്താകണ്ടേ. ഞാൻ നിങ്ങളും മരിക്കേണ്ടവരാണ്, മരിക്കേണ്ടവരാ. മരണം ബറക്കത്തോ, മരണം ബറക്കത്താ. ആരും കൊണ്ട് പറയിക്കാത്ത അവസ്ഥയിൽ മരിക്കേണ്ടവരാ ഞാനും നിങ്ങളും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ദുആ 25 പ്രാവശ്യം പറയുന്നവന് വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി, വീടിനകത്ത് കിടന്ന് മരിച്ചാലും ശരി, നബി തങ്ങൾ പറയുന്നവന് ഷഹീദിന്റെ കൂലിയാണ് കിട്ടുക. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. എൻ്റെ സഹോദരങ്ങളെ, മരണം ഏത് കോലത്തിലും വരാം. 2 ദിവസം 3 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വോയിസ് ഒരുപക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങൾ അല്ലെങ്കിൽ വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്റെ ഒരു കൊച്ചാപ്പ എന്ന് പറഞ്ഞ വാപ്പാന്റെ അനുജൻ എന്റെ സഹോദരങ്ങളെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു. വളരെ വളരെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ്. നിങ്ങൾ ആലോചിക്കണം, ആ സഹോദരന് നാവിൽ ക്യാൻസർ വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഉണർത്തൽ എന്നുള്ള നിലയിൽ പറയാനുള്ളത്, ഈ മുറുക്കുന്ന സ്വഭാവമുള്ള സഹോദരങ്ങൾ ദയവ് ചെയ്ത് നിർത്തണം. മുറുക്കുന്ന സ്വഭാവമുള്ള ചെറുപ്പക്കാര്, എൻ്റെ പൊന്നു സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് നിങ്ങൾ ചെയ്യരുത്. വല്ലാത്തൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. എൻ്റെ നാട്ടിൽ, തിരുവനന്തപുരം ജില്ലയിലെ എൻ്റെ നാട്ടിൽ സമാനമായി അടുത്ത് നടന്ന 3 ക്യാൻസർ മരണങ്ങൾ. ക്യാൻസർ ബാധിച്ചിട്ട് നാവിലും ചുണ്ടിനും കവിളിനും ക്യാൻസർ ബാധിച്ച 3 മരണങ്ങൾ. ഒരു അമുസ്ലിം സഹോദരൻ്റെ അടക്കം പരിശോധിച്ചപ്പോ ഈ 3 പേരും ചെറിയ പ്രായം മുതൽ 15 വയസ്സ് മുതൽ മരിക്കുന്നതിന്റെ, ആ രോഗം പിടിപെടുന്നതിന്റെ തലേ ദിവസം വരെയും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ഒരു 50 പ്രാവശ്യമെങ്കിലും മുറുക്കുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ ആഹാരം വല്ലതും കഴിക്കാൻ വേണ്ടി സമയത്ത് മാത്രം തുപ്പിക്കളയും, ബാക്കിയൊക്കെ എങ്ങനെ മുറുക്കാൻ. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നമ്മൾ അതിൽ നിന്ന് പിന്മാറണം. ഈ സമയത്ത് ഇന്ന് 4-5 ദിവസങ്ങളായി ആ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ എൻ്റെ സഹോദരങ്ങളെ അത്ഭുതം തോന്നിപ്പോയി. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ നാവിൽ ക്യാൻസർ ബാധിച്ചു, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യേണ്ടത് അതാണ്. സമ്പത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാമ്പത്തികമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ കളഞ്ഞിട്ട് പോകാൻ ആരുമില്ല. അല്ലെങ്കിൽ നമ്മളെ ആരും ആ സാമ്പത്തികമായ കഴിവില്ലാത്തതിന്റെ പേരിൽ ആരും നമ്മൾ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല. ഇത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവിന് ക്യാൻസർ ബാധിച്ചിട്ട് 6 മാസങ്ങൾക്ക് മുമ്പ് പകുതി നാവ് കട്ട് ചെയ്ത് കളഞ്ഞു. ആ പ്രിയപ്പെട്ട പിതാവ്, അദ്ദേഹം പകുതി കട്ട് ചെയ്ത് കളഞ്ഞ നാവ്
ആ നാവില് വീണ്ടും ക്യാൻസറിന്റെ അണുക്കൾ വന്നു, കുരുക്കൾ വന്നിട്ട് അണ്ണാക്കും നാവും കൂടി ഒന്നായി പോയി. ഞാൻ ഈ ഗുരുതരമായ അവസ്ഥയാണെന്ന് അറിയുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വളരെ ദൂരത്തുള്ളൊരു പിതാവാണ്. ആ സന്ദർഭത്തിൽ ആളുകളെ പറഞ്ഞനുസരിച്ച് നമുക്ക് നാട്ടിൽ നിൽക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മളതിൽ ശ്രദ്ധ കൊടുത്തില്ല. അങ്ങനെ ആളുകൾ പറയുന്നത് കേട്ട് ഞാനൊരു ദിവസം ആ വീട്ടിൽ ചെല്ലുമ്പോൾ അത്ഭുതം തോന്നിപ്പോയി. അദ്ദേഹം ഇങ്ങനെ വാ തുറന്നു പിടിച്ചിരിക്കുകയാണ്, വാ അടയ്ക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ വാ തുറന്നു പിടിച്ചിരിക്കുകയാണ്. ഞാൻ ആ പിതാവിന്റെ മകളോട് ചോദിച്ചു, എത്ര നാളായി? 2 ആഴ്ച കൂടുതലായി വാ ഒന്ന് അടച്ചു പിടിച്ചിട്ട്. ആ സന്ദർഭത്തിൽ ശക്തമായ ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ ആ നാവിന്റെ മുറിവിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അയൽവാസികൾ പോലും കതക് തുറക്കാത്ത അവസ്ഥയായി. ആരാലും സഹായിക്കപ്പെടാൻ കഴിയാത്ത ആ പ്രിയപ്പെട്ട പിതാവിനെ നോക്കാൻ, അന്വേഷിക്കാൻ തന്റെ പ്രിയപ്പെട്ട മകള് തയ്യാറായി നിൽക്കുന്നു. ചെറിയ വളരെ മുമ്പ് തന്നെ ഭാര്യ മരണപ്പെട്ടു. പലരും പറഞ്ഞു ഒരു പുതിയ കല്യാണം കഴിക്കാൻ. തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ഗതി എന്താകുമെന്ന് ഓർത്തിട്ട് അദ്ദേഹം കല്യാണം കഴിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാന സമയത്ത് അദ്ദേഹത്തിനൊന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും കഴിയാതെ, നാവില്ലല്ലോ നിലവിളിക്കാൻ. ആ സഹോദരി ഇങ്ങനെ വായ, നമുക്ക് കഴിയോ ഒരു 60 സെക്കൻഡ്, 1 മിനിറ്റ് നമുക്ക് വായ തുറന്നു പിടിക്കാൻ നമുക്ക് കഴിയോ? പറ്റില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹം 2 ആഴ്ച കൊണ്ട് 14 ദിവസങ്ങൾ കൊണ്ട് വാ അടച്ചിട്ട് 14 ദിവസമായി അടയ്ക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം കണ്ടിട്ട് വേദന തോന്നിയിട്ട് ഞാൻ ആദ്യമായിട്ട് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നീ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഒരാൾക്കൊരു രോഗം വരുമ്പോ ഒന്നുകിൽ അല്ലാഹുവേ ഈമാനോടുകൂടി മരിപ്പിക്കണം, അതല്ല ആയുസ് നീട്ടി കൊടുക്കാൻ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ ആഫിയത്ത് കൊടുക്കണമെന്ന് റസൂൽ ദുആ പഠിപ്പിച്ചു. ഞാൻ കഴിവിന്റെ പരമാവധി വോയിസ് മെസ്സേജ് അയച്ചിട്ട് ദുആ ചെയ്യിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആയുസ് വേണമെങ്കിൽ, അല്ലാഹു ആയുസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സഹോദരന്റെ രോഗം ശിഫയാക്കാൻ വേണ്ടി ദുആ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് പോയി 14 ദിവസങ്ങളായി ഒരു തുള്ളി വെള്ളം പോലും വാക്യകത്തേക്ക് പോയിട്ടെന്ന് പറഞ്ഞു. ആ പിതാവ് അന്ന് ചോദിച്ച് കരിക്കും വെള്ളം കുടിച്ചു. അത്ഭുതകരമായി സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ടാണ് ദുആ ചെയ്തത്. അൽഹംദുലില്ലാ, വലിയ മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. 4 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഠിനമായ രീതിയിൽ അദ്ദേഹം വേദനിച്ച് യാതന അനുഭവിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. നമ്മൾ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല, എങ്ങനെയാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഈ ദുആ ഒന്ന് ചൊല്ലിയിട്ട് രക്തസാക്ഷികളുടെ കൂലി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ നാവുണ്ടാകണമെന്നില്ല, നാവ് ഉയർത്താൻ കഴിയുമെന്നില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയങ്ങളിൽ നമ്മളിത് പരമാവധി ഫലപ്രദമാക്കിയെടുക്കാൻ എന്റെ സ്നേഹമുള്ള പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു. ഇന്നത്തെ എന്റെ പ്രഭാഷണത്തിന്റെ ഒരു സന്ദേശമായി എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, പുകവലിയും മുറുക്കും നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ അധ്വാനിക്കുന്ന പൈസ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ എത്ര ഭാഗ്യദോഷികളാണ്, എത്ര ഹതഭാഗ്യരാണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ വിമാനം കയറിയവരാണ്, വില കൂടിയ വിസ എടുത്തു വന്നവരാണ്, വില കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നവരാണ്, നാട്ടിൽ വില കൂടിയ ഭക്ഷണം കൊടുക്കുന്നവരാണ്, വില കുറഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് നാട്ടിൽ വില കൂടിയ വസ്ത്രം കൊടുക്കുന്നവരാണ്. അവസാനം വിലപ്പെട്ട ജീവിതം ഈ മണലാരണ്യത്തിൽ കളഞ്ഞ് വിലപ്പെട്ട മരുന്ന് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 10ഉം 40ഉം കൊല്ലം അധ്വാനിച്ചതിന്റെ ഫലം നമ്മുടെ വീട്, ആ വീടിന്റെ പണി തീരാത്ത വീടിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ 40 കൊല്ലത്തെ അധ്വാനത്തിന്റെ ഫലമായി നല്ലതുപോലെ എല്ലാം കഴിഞ്ഞ് ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചു വന്ന ഭർത്താവിന്റെ മുമ്പിൽ പലഹാരം കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? പ്രിയപ്പെട്ടോളെ, എനിക്ക് എണ്ണ ചേർത്ത് ഒന്നും കൂട്ടിക്കൂടാ, ചപ്പാത്തി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ, മോളെ മധുരം ഉണ്ടോ? എനിക്ക് മധുരം കൂട്ടിക്കൂടാ. ഉച്ച സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടോ? എനിക്ക് ഉപ്പ് കൂട്ടിക്കൂടാ. പിന്നെന്താ? ആകെ കഴിക്കാൻ പറ്റുന്ന കുബൂസ് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് അത് കഴിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് വിധിയുള്ളൂ. ഇത്രയും നാൾ 40 കൊല്ലം അധ്വാനിച്ചിട്ട് നമുക്ക് വല്ലത് യോഗ്യ അത് സുഖിക്കാനും ആസ്വദിക്കാനുള്ള ഭാഗ്യം ഉണ്ടായോ? ഇല്ല. ഇതാ മലയാളി, ഇതാണ് പ്രവാസി, ഇതാണ് ഗൾഫുകാരൻ. അല്ല, ഗൾഫുകാരൻ എന്ന് പറയുമ്പോ ഇങ്ങനെ പിടിച്ച് കുലുക്കിയിട്ട് ദീനാറും ദിർഹമും പറക്കൊണ്ട് പോകുന്നവനല്ല. അങ്ങനെയാണ് പലരും കരുതി വെച്ചിരിക്കുന്നത്. ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും ഓടി വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഗൾഫുകാരന്റെ വീട്ടിലാണ്, അല്ലേ? ഗൾഫുകാരന്റെ വീട്ടിൽ വരുന്നു,
ഞാൻ ഇത് ഗൾഫ് നാട്ടിൽ വന്നിട്ട് ഞാൻ പ്രസംഗിക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരമാവധി ഞാൻ ഗൾഫുകാരന്റെ വേദനകൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അബുദാബിയിലും അതുപോലെ ഖത്തറിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചെറുപ്പക്കാരെന്നെ വിളിച്ചിട്ട് പോകാറുണ്ട്. എന്നെ കൊണ്ടുപോയിട്ട് റൂം ഒന്ന് കാണിച്ചു തരും. ഒരു റൂമിനകത്ത്, ചെറിയ റൂമിനകത്ത് നടുക്കൊരു ബാത്റൂമാണ്, നടുക്കൊരു ബാത്റൂം. ആ സ്ഥലത്ത് ഈ പാവപ്പെട്ട സഹോദരങ്ങൾ ഒരു റൂമിൽ കിടക്കുന്നവർ 12 പേരാണ്. ഒരു കട്ടിലിൽ 12 പേരാണ്. എങ്ങനാ? 4 കട്ടിലായിട്ട് 12 പേര്, 3 തട്ടായിട്ടൊരു കട്ടില്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ 12 പേര് കിടക്കുന്നു. ഈ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് അവസാനം ഒന്ന് സുഖിച്ച് തന്റെ വീടിനകത്ത് കിടന്ന് മലർന്ന് കിടന്നിട്ടൊന്ന് കഴിക്കാനുള്ള വിധിയില്ലാതെ പോകുന്നു. പക്ഷെ നമുക്കെന്താണ് നേട്ടം? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സദഖയുടെ കൂലിയാണ്. നമ്മുടെ ഓരോ ശ്വാസത്തിനും വിലയുണ്ട്. ഈ ഗൾഫ് നാടുകളിൽ വന്ന് പണിയെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഓരോ സെക്കൻഡിലും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ദുആകളെല്ലാം സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ പവർ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള പണ്ഡിതന്മാര് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങളുടെ മഹത്വം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് മരിച്ചാലും അവിടെ വെച്ച് മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും നമ്മൾ മരിക്കുമ്പോൾ ഷഹീദിന്റെ കൂലി കിട്ടണമെങ്കിൽ ഈ ദുആ നമ്മൾ ആവർത്തിക്കണം. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്. അല്ലാഹുവേ, മരണവും ശേഷമുള്ള ജീവിതവും ബറക്കത്തിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 25 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതി ഇന്ന് മുതൽ. അപ്പോൾ അതിന്റെ കൂലി എന്താണ്? എനിക്കതിന്റെ ഒരു കൂലി കിട്ടും. എനിക്കതിന്റെ ഒരു കൂലി കിട്ടും. ഈ കൂലി അൽഹംദുലില്ലാ എൻ്റെ ഉസ്താദിന് കിട്ടും. എൻ്റെ ഉസ്താദിന് കിട്ടി അതിന്റെ ഒരു കൂലി ഉസ്താദിന്റെ ഉസ്താദിന് കിട്ടും. അവസാനം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അവസാനം നബി തങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്രമേ നമ്മളെ നബിയുമായിട്ടൊരു ബന്ധമുള്ളൂ. കാര്യം എന്താ? എൻ്റെ വാപ്പ മുസ്ലിമാ, വാപ്പാടെ വാപ്പ മുസ്ലിമാ, വാപ്പാടെ വാപ്പ ചിലപ്പോൾ മുസ്ലിം ആകണമെന്നില്ല, അദ്ദേഹത്തിന്റെ വാപ്പായി മുസ്ലിം ആകണമെന്നില്ല. ഉമർ ഖാലി തങ്ങൾ പറഞ്ഞല്ലോ വെളിയങ്കോട്, യാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖുറു. എന്തിനാണ് അന്തസ്സ് അടിക്കുന്നത്? എന്തിനാണ് ഈ അന്തസ്സ് അടിക്കുന്നത്? വാസുലൂകുമു മിൻ ഖബലു തീയം വനായൊരു വാശാരി മൂശാരി വ മണ്ണാനു പറയൊരു ചെട്ടി വ ചാന്നാരും വ നാടാരു പാണരു. എന്തിനാണ് നീ അഹങ്കരിക്കുന്നേ? എൻ്റെ വാപ്പായ എടുത്ത് നോക്കിയാൽ പാണരായിരിക്കും, ചെട്ടിയാരായിരിക്കും, ചാമനായിരിക്കും, നാടാനായിരിക്കും, നായരായിരിക്കും, ക്ഷുദ്രനായിരിക്കും, ആശാരിയായിരിക്കും, ഇല്ലേ? പക്ഷെ ഇരിക്കുന്ന സയ്യിദുമാരുടെ വാപ്പ എടുത്ത് നോക്കിയാൽ മുസ്ലിമാണ്. അവരുടെ വാപ്പ മുസ്ലിമാണ്, അവരുടെ വാപ്പ മുസ്ലിമാണ്, അവരുടെ വാപ്പ മുസ്ലിമാ. അവസാനം അത് ചെന്നെത്തുന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് സയ്യിദുമാരും ആലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഇൽമിന്റെ വഴിയിൽ നിന്നെത്തു, അവരുടെ കുടുംബ പരമ്പര രക്തം ചെന്നെത്തുകയാണ്. അല്ലാഹു തആല സയ്യിദുമാരെ ആദരിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹങ്കരിക്കണമെങ്കിൽ പാണക്കാട് തങ്ങളന്മാർ അഹങ്കരിക്കണം. ഉണ്ട് അഹങ്കരിക്കാൻ. അവരൊരു കാര്യം പറഞ്ഞാൽ കേരളത്തിന്റെ ജനത ചലിക്കൂല. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവസാനത്തെ ആദ്യത്തെ വാക്കും കൊടപ്പനക്കൽ തറവാട്ടിന്റെ വാക്കാണ്. എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ പരമ്പരയെ സ്നേഹിച്ച് പാരമ്പര്യമുള്ള കേരളത്തിന്റെ പൊന്നുമക്കൾ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾ മാനിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നത് പരസ്പരമുള്ള ബന്ധങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വരുന്നതിന് സനഫ്, പിന്നെ നമ്മുടെ പിന്നെ സനഫ് എന്നല്ലേ, സനഫ് റഹ്മാൻ അല്ലേ, സനാഫ്. അതിന് മുമ്പ് ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വോയിസ് ഇടാൻ പറഞ്ഞു, വരുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ദുആ ചെയ്ത് പിരിയാം. അതാണ്. 2 പേര് തമ്മിൽ മുസാഫർ ചെയ്യുമ്പോൾ 20 വിരലിനിടയിലൂടെ പാപങ്ങൾ താഴോട്ട് വീഴാൻ ചില്ലറ കാര്യമല്ല. മുഖത്തോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അത് സ്വതക്കയാണ്, ചില്ലറ കാര്യമല്ല. നമ്മളിപ്പോൾ നോക്കിയിരുന്നിട്ട് നമ്മൾ ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിച്ചിട്ട് പോകുന്നു. സ്വതക്കയുടെ കൂലിയും കൊണ്ടാ പോകുന്നേ. നമ്മൾ പരസ്പരം ഒന്ന് മുസാഫാത്ത് ചെയ്തു, അതിൻ്റെ ഇടയിലൊന്നും വെക്കണമെന്നൊന്നുമില്ല, മുസാഫാത്ത് ചെയ്തു. ആ ചെയ്യുന്നതിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ചെയ്തിട്ട് കൈ അങ്ങെടുക്കുമ്പോൾ 20 വിരലിൻ്റെ ഇടയിലൂടെ പാപത്തിൻ്റെ കറകൾ ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. ഇത് നിലവിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിക്കും. നമുക്കിപ്പോഴും വിശ്വാസമില്ല. പണ്ട് 5 രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് കൊടുക്കുന്നൊരു വാർത്ത അറിഞ്ഞു. 2 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് കൊടുക്കുന്നുള്ള വാർത്ത അറിഞ്ഞു. അങ്ങനെ ആളുകളൊക്കെ ആഗ്രഹം, 2 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചിരുന്നെങ്കിൽ കൊള്ളാം. ഒരു പാവപ്പെട്ടവന് ഭാര്യയുടെ കെട്ടുതാലിയും പണയം വെച്ച് അതുപോലെ തന്നെ ഉള്ള പൈസയൊക്കെ കടം മറിച്ചിട്ട് 2 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാൻ വേണ്ടി ഷോറൂമിൽ ചെന്ന് എല്ലാം ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അവസാനം ബില്ല് പേ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ 1,99,999 രൂപയേ ഉള്ളൂ. 1,99,995 രൂപയേ ഉള്ളൂ. എത്ര രൂപയുടെ കുറവ്? 1,99,995 രൂപ ഉണ്ട്. എത്ര രൂപയുടെ കുറവ്? 5 രൂപയുടെ കുറവ്. അയാൾ പറഞ്ഞ് വണ്ടി തരൂല.
നമ്മളാണെങ്കിൽ കൈ കിടക്കുന്ന വാച്ചോ പോക്കറ്റ് കിടക്കുന്ന മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകും. അവസാനം ഇയാൾ പറഞ്ഞു, എനിക്ക് ഞാൻ 2 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ, കാറില്ലാതെ വീട്ടിൽ കയറാൻ പറ്റില്ല, കാരണം ഭാര്യയുടെ താലി പോലും തന്നു വിട്ടിരിക്കുകയാണ്, ഒരുങ്ങി നിൽക്കുകയാണ് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട്, എന്താ ചെയ്യുക? ആ സമയത്ത് അയാൾ പറഞ്ഞു, അന്ന് നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, പൈസ തന്നാലും വണ്ടി തരാം. ഇയാൾ ആരോടെങ്കിലും ചോദിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ആരും പരിചയമില്ല. ആ സമയത്ത് ഷോറൂമിൻ്റെ നേരെ മുന്നിൽ നോക്കിയപ്പോൾ ഒരു ഭിക്ഷപാത്രം കൊണ്ട് ഭിക്ഷക്കാരൻ ഇങ്ങനെ ഇരിക്കാൻ, ഭിക്ഷാടനം നടത്തിയിരിക്കുന്ന ഒരു സഹോദരനെ കണ്ടു. അവൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ആരുമില്ല എന്ന് ചോദിച്ചു, ഒരു 5 രൂപ കടം തരുമോ എന്ന് ചോദിച്ചു. ഈ പിച്ചക്കാരൻ യവനെങ്ങനെ അടിമുടി നോക്കി, കാരണം ഇന്ന് വരെ ആരും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഇങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. 5 രൂപ കടം ചോദിക്കാൻ. ആ സമയത്ത് അവൻ അത്ഭുതം തോന്നിയിട്ട് പിച്ചക്കാരൻ ചോദിച്ചു, എന്തിനാ നിനക്ക് 5 രൂപ? അപ്പം അവൻ വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഒരു കാറ് വാങ്ങാനാന്ന് പറഞ്ഞു. ഒരു കാറ് വാങ്ങാനാ, ഒരു 5 രൂപ തരാൻ പറഞ്ഞു. അപ്പം അവൻ്റെ പാത്രത്തിൽ നിന്ന് 10 രൂപ എണ്ണി എടുത്തിട്ട് അവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് നീ വാങ്ങിക്കോ, വരുമ്പോൾ ഒന്നുകൂടെ എനിക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനാ. ഈ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. നമ്മുടെ കയ്യിൽ കൂടെ കൊഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കും. മറ്റേ കാര്യം നമുക്കറിയില്ല. പിച്ചക്കാരൻ്റെ 5 രൂപയുടെ വണ്ടി പോലെയാണ് നമ്മുടെ ചിന്ത, അല്ലാതെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കഴിയണം. അകക്കണ്ണ് വേണം. നമുക്ക് ആ ഒരു കണ്ണ് വേണം. അങ്ങനെയുള്ള സൂഫിയാക്കളായ പണ്ഡിതന്മാര്, എന്റെ പ്രിയപ്പെട്ടവരെ, അവര് ആ ജീവിതം അവര് ധന്യമാക്കി, അവര് സന്തോഷത്തോടെ കഴിയുന്നവരാണ്. അതിൻ്റെതായ സൂക്ഷ്മത അവരുടെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ, ഒളിവെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൗലിലേക്ക് 50 പൈസ വീണുപോയി. 50 പൈസ ഹൗലിനകത്ത് വീണു. കണ്ണിയത്ത് റഈസുൽ മുഹഖഖീൻ, കണ്ണിയത്ത് ഉസ്താദിന്റെ പോക്കറ്റിൽ 50 പൈസ ഹൗലിനകത്ത് വീണപ്പോ അടുത്തൂടെ പോയ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 50 പൈസ വീണൊന്ന് എടുത്തു തരാൻ പറഞ്ഞു. അവൻ ചാടി ഇറങ്ങി. കിട്ടിയൊരു അവസരമല്ലേ ഹൗലിൽ ചാടാൻ, ഒരൊറ്റ ചാട്ടം. 50 പൈസ എടുത്ത് കൊടുക്കുമ്പോൾ അവന്റെ മനസ്സിലൊരു ചിന്ത, മുസ്ലിയാക്കന്മാർക്ക് ഇത്രയും നക്കിത്തനുണ്ടാ? 50 പൈസ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോ ഉസ്താദ് മറ്റേ പോക്കറ്റിൽ നിന്ന് 3 രൂപ എടുത്തിട്ട് അവന് കൂലി കൊടുത്തു. യവൻ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾക്ക് എന്ത് പറ്റി? ഇതങ്ങൾക്ക് പോട്ടെ, അള്ളാന്റെ പള്ളിയിലല്ലേ കിടത്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് 2.5 രൂപ പോക്കറ്റ് കിടക്കൂല, ഇതിപ്പോ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ആ സമയത്താണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, പൊന്നുമോനെ, ഈ 50 പൈസ നാളെ അള്ള എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ അള്ളാന്റെ പള്ളിയുടെ ഹൗലിൽ ഉപേക്ഷിച്ചെന്ന്? ഇല്ല, എനിക്കത് പറയാൻ പറ്റൂല. പിന്നെ നിനക്ക് തന്ന 3 രൂപ നിന്റെ ജോലിയുടെ കൂലിയാണ്. ഇങ്ങനെ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു, സൂക്ഷ്മതയോടെ ജീവിച്ചവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഉലമാക്കളുടെ ശോഭയെന്ന് വിളിക്കുന്ന സയ്യിദുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനായ എന്റെ പ്രിയ സുഹൃത്ത് ശിഹാബ് സാഹിബിനോട് പറഞ്ഞു, അവസാനം എന്റെ വീട്ടിൽ വന്ന് എനിക്ക് ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്നും മറയുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ആ സമയത്ത് എനിക്ക് ഓടിയെത്താൻ കഴിയാത്തൊരവസ്ഥയിൽ ഒരു സ്ഥലത്തായി പോയതിന്റെ പേരിൽ പിറ്റേ ദിവസം ചെമ്മാടിനടുത്തുള്ള കൊടിഞ്ഞി എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊരു വാള് കഴിഞ്ഞിട്ട് ഞാൻ പാതിരാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ആ മഖാമിന്റെ മുമ്പിൽ ചെന്നു. ആരുമില്ല, ആരവങ്ങളില്ല, ഒന്നുമില്ല. 10-15 മുതഅല്ലിമീങ്ങൾ ഇരുന്ന് പരിശുദ്ധ ഖുർആൻ, തങ്ങളെ ഖുർആൻ പഠിപ്പിച്ച അധ്യാപകന്റെ മുമ്പിൽ ഇരുന്ന് അധ്യാപകന് വേണ്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ചാരത്ത് ചെന്നൊരു യാസീൻ ഓതി ദുആ ചെയ്തപ്പോ ഒരു നിർവൃതിയായിരുന്നു പ്രിയപ്പെട്ടവരെ. കാരണം ആ കിടക്കുന്ന മഹാനാരാണ്? റഈസുൽ ഉലമാ കണ്ണിയത്ത് ഉസ്താദ്. ഹലാല് മാത്രം കഴിച്ചിട്ടുള്ള പണ്ഡിതനാണ്. ഒരു നയാ പൈസയുടെ ഹറാം പള്ളേ പോയിട്ടില്ല. റഈസുൽ ഉലമാ കണ്ണിയത്ത് ഉസ്താദ് ഒരു ഹറാമിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷേ നാട്ടിൽ വരുമ്പോൾ അത്രയും ചോദിക്കും. ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചിട്ട് പറയും, ചായ ഉണ്ടാക്കി, ഞാൻ അങ്ങോട്ട് വരികയാണ്. റഈസുൽ ഉലമാ മുഹഖഖീൻ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഹറാമായ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കവേ നാട്ടിലെത്തുമ്പോ ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചിട്ട് പറയും, വീട്ടിൽ വല്ലതും ഉണ്ടാക്കി, ഞാൻ അങ്ങോട്ട് വരിക. അതിന്റെ അർത്ഥം എന്താ? ഉസ്താദിന്റെ ഭക്ഷണത്തിൽ ഹലാലേ ഉള്ളൂ എന്ന് ബോധ്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വീട്ടിലോ ഈ ചെറിയ നമ്മുടെയൊക്കെ ഈ എയർപോർട്ടിലും അതുപോലെ തന്നെ മറ്റെവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒളിവെടുത്തിട്ട് എയർപോർട്ടിലൊക്കെയാണുള്ള സൗകര്യമുള്ളത്, കണ്ടിട്ടില്ലേ? എയർപോർട്ടിലൊക്കെ നമുക്കുണ്ട് ബാഗൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ബാത്റൂമിൽ കയറി നിന്നും ഇരുന്നൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ മൂത്രം ഒഴിച്ചിട്ട് പുറത്തിറങ്ങി കൈയൊക്കെ കഴുകിയിട്ട് നമ്മളവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കും. ഇത് അള്ളാൻ്റെ ടിഷ്യൂ പേപ്പർ അല്ലേ? പടച്ചോൻ്റെ ടിഷ്യൂ. അതിന് കണക്ക് കൊടുക്കണ്ടല്ലോ. നമ്മൾ ഈ അണ്ണാച്ചി പാല് ഇറക്കും പോലെയാ പിടിക്കുന്നത്. ഇങ്ങനെ പിടിക്കാൻ, ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാൻ, എന്നിട്ട് തള്ള വിരൽ മുതൽ ഉച്ചി വരെ നമ്മൾ തുടക്കുകയാണ്, ഇല്ലേ? അതേസമയം വീട്ടിലാണെങ്കിലോ ആരെങ്കിലും വന്നാലും പകുതി കീറിയിട്ട് കൊടുക്കുകയാണ്. ഒരെണ്ണം എടുത്തിട്ട് ചില കടകളിൽ കണ്ടിട്ടില്ലേ, എല്ലായിടത്തും അടിയിലാണ് വെച്ചിരിക്കുന്നത്. ചോദിക്കുമ്പോ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും ചില കടകളിലും.
നമ്മുടെ കേരളത്തിലെ കടകളിലാണ് കൊടുക്കുക. രണ്ടാമതൊന്നുകൂടെ ഇത് ഒരു വിരൽ തുടയ്ക്കാനേ ഉള്ളൂ. രണ്ടാമതാണെങ്കിലോ മാതൃഭൂമി പത്രം കീറി, അതിന് കൊള്ളൂലത്, അതിനതേ കൊള്ളൂ. മാതൃഭൂമി പത്രം കീറി വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ, ബാക്കി തുടച്ചോളാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മതയില്ല നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകണം. അതിനിതുപോലുള്ള ഉത്ബോധനങ്ങൾ പണ്ഡിതന്മാരെ വിളിക്കണം, എന്നെ വിളിക്കണമെന്നല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉലമാക്കളെ വിളിച്ചിരുത്തിയിട്ട് അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എൻ്റെ സഹോദരിമാര് വളരെ നേരത്തെ വന്നിരുന്നവരാ, അവർക്ക് അമല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അമല് ചെയ്യാൻ, നിങ്ങൾക്ക് രക്തസാക്ഷികളുടെ കൂലി കിട്ടാൻ ഒരു അമല് ഞാൻ പറഞ്ഞു തരാം. ആദരവായ പ്രവാചകന്റെ മുമ്പിൽ ഒരുവറ്റം സഹാബത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് വരികയാ. അവര് കടന്നു വന്നിട്ട് നബിയോട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഈ യുദ്ധം എന്ന് പറയുന്ന പുരുഷന്മാരുടെ കുത്തകയല്ല നബിയേ, പുരുഷന്മാരൊക്കെ മാത്രമല്ലേ നിർബന്ധമുള്ളൂ. ഞങ്ങൾ സ്ത്രീ സമൂഹങ്ങളാണ്. ഞങ്ങൾ അവർക്ക് ചൂടുവെള്ളം കൊടുക്കുന്നത്, ഞങ്ങൾ അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നത്, ഞങ്ങൾ അവർക്ക് വസ്ത്രമലക്കി കൊടുക്കുന്നത്, ഞങ്ങൾ അവിടെ കയ്യിൽ വാളെടുത്ത് കൊടുക്കുന്നത്, ഞങ്ങൾ അവിടെ കയ്യിൽ പരിചയെടുത്ത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ നിന്ന് വല്ല പ്രതിഫലവും ഉണ്ടോ നബിയെ? മരിച്ചിട്ടും മരിക്കാത്തവരെന്ന് ഖുർആൻ പറഞ്ഞവര് അള്ളാന്റെ സ്വർഗത്തിൽ പോയി മടങ്ങി വരാ കൊതിക്കുന്ന രക്തസാക്ഷികളുടെ ഭാര്യമാരാ ഞങ്ങൾ നബിയെ. ഞങ്ങളാണ് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അവരാ പ്രതിഫലം കരസ്ഥമാക്കുമ്പോ ഞങ്ങൾക്കതിൽ നിന്ന് വല്ല പ്രതിഫലവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ മുത്തുനബി പറഞ്ഞതെന്താണ്? ഇന്ന് കണ്ടില്ലേ ഹൈക്കോടതിയുടെ ജഡ്ജി പോലെ കമാൽ പാഷ പോലെ പറഞ്ഞതെന്താണ്? ഒരു പെണ്ണിന് 4 ഒരു ഭർത്താവിന് 4 ഭാര്യമാരാകാമെങ്കിൽ എന്തേ ഒരു പെണ്ണിന് 4 ഭർത്താക്കന്മാരായി കൂടാ? എനിക്ക് വിനീതമായി കമാൽ പാഷയോട് പറയാനുള്ളത്, ഐതിഹ്യത്തിലെ പാഞ്ചാലിയുടെ കഥ പഠിക്കണേ എന്നാണ്. പാഞ്ചാലിയുടെ കഥ പഠിക്കണം, അപ്പോഴേ അറിയൂ എന്താ കുഴപ്പമെന്ന്. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാര്, പഞ്ചപാണ്ഡവന്മാർ. ഈ പഞ്ചപാണ്ഡവന്മാര് കല്യാണം കഴിച്ചു എന്നാ പറയുന്നത്. ഒരൊറ്റ ഡിമാൻഡാണ് പാഞ്ചാലി വെച്ചത്. എന്താണെന്നറിയോ? ഒരാളുള്ളപ്പോ മറ്റൊരാൾ വീട്ടിനോട്ട് കയറി വരാൻ പാടില്ല. ഒരാളുമായി ശയന റൂമിൽ കിടക്കുമ്പോൾ മറ്റേ വരാൻ പാടില്ല. നമ്മൾക്ക് ഒന്ന് സങ്കല്പിച്ചു നോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് 4 ഭാര്യമാരുണ്ടെങ്കിൽ ഒരാൾക്ക് അതിന് അനിവാര്യതയുണ്ട്. ഞാൻ ഈ വിഷയത്തിന് മുമ്പ് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ബഹുഭാരിത്വം ബഹുഭർത്തൃത്വം എന്നും പറഞ്ഞു കൊടുക്കണമെന്നായിരുന്നു. വിശാലമായിട്ട് ബഹുഭാരിത്വത്തിന്റെ അനിവാര്യത എന്താണ്, ബഹുഭർത്തൃത്വത്തിന്റെ കുഴപ്പം എന്താണ്, അത് പഠിക്കണം, നമ്മൾ ആവശ്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുഭാരിത്വം ബഹുഭർത്തൃത്വം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് കബീർ ബാക്ക ഇതിനെപ്പറ്റി പറയുമെന്നാണ് സംഘാടകർ പറഞ്ഞത്. ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെണ്ണിന് 4 ഭർത്താക്കന്മാരുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ്, എന്തവസ്ഥയാണ്? ഇപ്പൊ എൻ്റെ ഈ ഒരു ഗ്ലാസ് വെള്ളം 4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ഗ്ലാസ്സിൽ നിന്ന് 4 ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിക്കാൻ, മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, കുറെ നേരം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒഴിച്ച വെള്ളങ്ങൾ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. എനിക്ക് ധൈര്യമായിട്ട് ആരുടെ അഭിപ്രായം ചോദിക്കണ്ട, 4 ഗ്ലാസ്സിൽ നിന്നും ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് എൻ്റെ വെള്ളം എടുത്തുകൊണ്ട് പോകാം. പൊക്കിയൂടെ? പോകാം. അതേസമയം ഞങ്ങൾ 4 പേർക്ക് തന്നിട്ടുള്ള ഗ്ലാസ്സിൽ ഇരുന്ന വെള്ളം ഒരു വലിയ പാത്രത്തിൽ കൊണ്ടൊഴിച്ചു. തങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, 4 പേര് ഒഴിച്ച വെള്ളം 4 പേര് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ അതെടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. അതെടുക്കാൻ പറ്റില്ല. ഒരാളുടെ കയ്യിരിക്കുന്ന വെള്ളം 4 പാത്രത്തിൽ ഒഴിച്ചാൽ തിരിച്ചയാൾക്ക് എടുക്കാം. അയാൾക്ക് ഉറപ്പുണ്ട് ഈ 4 എൻ്റെതാണ് എന്ന്. എന്നാൽ 4 ഗ്ലാസ്സിരിക്കുന്ന പാത്രത്തിരിക്കുന്ന വെള്ളം ഒരു പാത്രത്തിൽ കൊണ്ടൊഴിച്ചാൽ പിന്നീട് അതിനെ തരം തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടായ ഇതിൻ്റെ അച്ഛനാരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ബുദ്ധി വേണ്ടേ പ്രിയപ്പെട്ടവരെ? അതിന് പാഞ്ചാലിയുടെ കഥ പഠിക്കണം, പഞ്ചപാണ്ഡവന്മാരുടെ. ആ പഞ്ചപാണ്ഡവന്മാരോട് ഈ ഭാര്യ പാഞ്ചാലി പറഞ്ഞത്, നിങ്ങൾ ഒരാൾ ശയന റൂമിൽ കിടക്കുമ്പോൾ മറ്റേ ആൾ വരാൻ പാടില്ല എന്നാ. 2.5 മാസം വീതം വീതിച്ചു കൊടുത്തെന്നാണ് ഐതിഹ്യങ്ങൾ കാണാൻ കഴിയുന്നത്. 2.5 മാസം വീതം വീതിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം യുധിഷ്ഠിരനുമൊത്ത് പാഞ്ചാലി ശയന റൂമിൽ കിടക്കുമ്പോൾ അർജുനൻ അറിയാതെ കയറി വന്നു. കുഴഞ്ഞില്ലേ? അർജുനൻ കയറി വന്നപ്പോ യുധിഷ്ഠിരനും പാഞ്ചാലിയും തമ്മിൽ ശയന റൂമിലാണ്.
ആ സമയത്ത് പാഞ്ചാലി ചാടി എണീറ്റിട്ട് പറഞ്ഞു, നീ ഡിമാൻഡ് തെറ്റിച്ചിരിക്കുകയാണ്, നിബന്ധന തെറ്റിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ പശ്ചാത്താപം സ്വീകരിക്കണമെങ്കിൽ 12 വർഷം വനവാസത്തിന് പോകാൻ പറഞ്ഞു. അർജുനനെ 12 വർഷം ഒരു വ്യാഴവട്ടക്കാലം വനവാസത്തിന് വിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, കമാൽ പാഷ പറയുന്നത് പോലെ ഒരു പെണ്ണിന് 4 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിൽ പോയി 5-6 ഊപ്പാട് വരും. അത് മനസ്സിലാക്കണം അല്ലേ? ഒരിക്കലും അത് ഇസ്ലാമികമല്ല, ഒരിക്കലുമല്ല. എന്റെ സഹോദരിമാർ, ഈ അടുത്ത സമയത്ത് ഒരാൾ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്റെ പെണ്ണിന് പള്ളിയുടെ പ്രസിഡന്റ് ആക്കുന്നില്ല. ബാക്കിയെല്ലായി. ഒരു പെണ്ണിന് എന്തുകൊണ്ട് മഹല്ലത്തിന്റെ പ്രസിഡന്റ് ആയിക്കൂടാ? പിന്നെ ആകളെ പള്ളിയിൽ പിന്നെ ആളായിരിക്കും എപ്പോഴും. ആ ഒരു നേട്ടം മാത്രമേ ഉള്ളൂ. എന്റെ സഹോദരങ്ങളെ, എനിക്കൊരൊറ്റ ചോദ്യം. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു അല്ലേ? എവിടെയെങ്കിലും അള്ളാഹു ഒരു നബിച്ചി അയച്ചോ? ഒരു നബിച്ചി ഒരിടത്തുമില്ല. അള്ളാഹു പെണ്ണിന് കൊടുത്തതാണ് മാതൃത്വം. അത് ഏതെങ്കിലും ഭർത്താവിന് പറയാൻ പറ്റുമോ, നീ 2 എണ്ണം പെറ്റില്ലേ, അടുത്ത 2 എണ്ണം ഞാൻ പെറ്റോളാന്ന് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോട് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ഒരു ഭാര്യയ്ക്ക് അല്ലാഹു കൊടുത്തതാണ് മാതൃത്വം. അത് ഖുർആൻ കൊടുത്തതാണ്. പുരുഷനല്ല കൊടുത്തു നേതൃത്വം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെടാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടാൻ പാടില്ല. ഇത് 2 കൂട്ടർക്കും അള്ളാഹു വീതിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കൂടുതലൊന്നും വേണമെന്ന് ആഗ്രഹിക്കേണ്ട. എങ്കിലും ഞാൻ പറയുന്ന ഒരു ഭർത്താവ് ഒരു 60 കൊല്ലം ഒരു പുരുഷായുസ് മുഴുവനും പള്ളിക്കകത്ത് തസ്ബീഹുമാലയും കൊണ്ട് ഓടി നടന്ന് തസ്ബീഹ് ചൊല്ലിയാലും നിങ്ങളുടെ ഒരൊറ്റ പ്രസവത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന പ്രതിഫലം നിങ്ങളുടെ കെട്ടിയവന് കിട്ടൂല. നിങ്ങൾ അല്ലാഹു തആല തരം താഴ്ത്തിയിട്ടില്ല, അത് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു വിധിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഒരു അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്ന വിഷയം നമുക്ക് വളരെ വ്യക്തമായിട്ട്, അതിന് ഇന്നത്തെ പോലെ പ്രസംഗത്തിന്റെ സുഖം ഉണ്ടാവണമെന്നില്ല, ഒരു പഠന ക്ലാസ് മോഡലിൽ ഞാൻ ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഈ സംശയം ഉണ്ടായേക്കാം, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നുമില്ലല്ലോ എന്ന്. ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രദ്ധയോടെ കേട്ടോളെ. നിങ്ങൾക്ക് ബിലാൽ ഇബ്നു റബാഹിന്റെ കൂലി വേണോ? നിങ്ങൾക്ക് സയ്യിദ് ഇബ്നു അബി വഖാസിന്റെ കൂലി വേണോ? നിങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ജഹ്സിന്റെ കൂലി വേണോ? അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 14 മുമ്പ് മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കാര്യം ചോദിച്ച സഹോദരിമാരെ വിളിച്ചിട്ട് റസൂലുള്ള പഠിപ്പിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന ത്വാഅത സൗജി വഇതിറാഫൻ ബിഹഖിഹി യദിലു ദാലിക. നബിതങ്ങളോട് ചോദിച്ച ഭാര്യമാര് നബിതങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, നിങ്ങളുടെ ഭർത്താക്കന്മാര് രണാങ്കണത്തിൽ പോയി പോരാടുന്നവരാ, അവർക്ക് ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എന്താ ഉള്ളത് നബിയേ, ഞങ്ങൾക്ക് വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? പെങ്ങളെ, നിന്റെ വീട്ടിനകത്തിരുന്ന്, നിന്റെ ഫ്ലാറ്റിനകത്തിരുന്ന് നിനക്ക് ഈ സ്വർഗം കരസ്ഥമാക്കാം, അള്ളാഹുവിന്റെ രക്തസാക്ഷികളുടെ കൂലി കരസ്ഥമാക്കാം. അതിനെന്താണ് നബിതങ്ങൾ പറഞ്ഞിരുന്നറിയുമോ? ഇന്ന ത്വാഅത സൗജി വഇതിറാഫൻ ബിഹഖിഹി യഅദിലു ദാലിക യാ മഅ്ശറൻ നിസാ. അല്ലയോ സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള കടമകൾ പൂർത്തീകരിക്കുമോ? നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള കടമകൾ നിങ്ങൾ പൂർത്തീകരിക്കുമോ? എന്നാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയ രക്തസാക്ഷികളുടെ കൂലിയുണ്ടെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഇന്നൊരു പെണ്ണെന്ന് പറയാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ സൂപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. എവിടെയും എന്തെങ്കിലും എത്രയോ മുസ്ലിയാക്കന്മാരുടെ ഭാര്യമാർ ഒളിച്ചോടി പോയിരിക്കുന്നു. എനിക്കറിയാം. ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുസ്ലിയാരുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി? കണ്ടിട്ടില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി? ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ കണ്ടോ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി? കണ്ടിട്ടില്ല. എത്രയോ കൂലി വേലക്കാരന്റെ ഭാര്യമാർ ഒളിച്ചോടി പോകുന്നു. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൂലി വേലക്കാരന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി? കണ്ടിട്ടില്ല. എഞ്ചിനീയർമാരുടെയും ഡോക്ടർമാരുടെയും ഭാര്യമാർ ഒളിച്ചോടി പോയിട്ടും അത് പത്രത്തിൽ കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രവാസിയുടെ ഭാര്യ ഏതെങ്കിലും ഒരുത്തനോട് ഒളിച്ചോടി പോയാ പത്രത്തിൽ അന്ന് വെണ്ടയ്ക്ക നിരത്തുകയാണ്, ഗൾഫുകാരന്റെ ഭാര്യ ഒളിച്ചോടി. ഇത് കാണുമ്പോ പാവപ്പെട്ട മലയാളികളായ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന പ്രവാസികളുടെ മനസ്സ് വേദനിക്കുകയാണ്. ഉസ്താദെ, എത്ര എണ്ണം വിളിച്ചിട്ടുണ്ട്, ഉസ്താദെ ഞങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ വെപ്രാളമാണ്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ അബദ്ധ ജഡിലമാണ്. ഞാൻ പറയുന്നു, ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. ഒരു 25% ഇന്നും ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, അതെല്ലാം കൂടെ ഈ ഗൾഫുകാരുടെ തലയിൽ കയറ്റി വെച്ചു കൊടുക്കാൻ നമ്മളാളല്ല.
നമ്മളാളല്ല, പല വിഭാഗത്തിൽ നിന്നും പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഏത് കാര്യത്തിലും കയറി പിടിക്കാൻ പറ്റിയൊരു സാധനമാണ് അല്ലേ? നാട്ടിൽ ചെന്നിറങ്ങിയ ആദ്യത്തെ 2 ചോദ്യം ചോദിക്കും, 3 ചോദ്യം. ഒരാൾ നാട്ടിൽ പോകുമ്പോൾ 3 ചോദ്യം. എന്താണ്? ആദ്യത്തെ ചോദ്യം എപ്പോഴും വന്നു, രണ്ടാമത്തെ ചോദ്യം എപ്പോഴാ തിരിച്ചു പോകുന്നേ, മൂന്നാമത്തെ ചോദ്യം വലുതൊക്കെ കൊണ്ടുവന്നോ. 3 ചോദ്യം. ഇതിനപ്പുറം സുഖമാണോ, നിന്റെ രോഗം എന്തായി, അതൊന്നും ഒരു ചോദ്യമില്ല, ഒന്നും ചോദിക്കൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു രീതിയിൽ ഇന്നും പാവപ്പെട്ട പ്രവാസികൾ, ഞാൻ പറയുന്നത് നമ്മൾ നോക്കേണ്ടത് വലിയ 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 സമ്പന്നര് ഇന്ന് ഗൾഫ് രാജ്യത്ത് പണിയെടുക്കുമ്പോൾ അവർക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഒരുപാട് റിയാലുകളൊക്കെ ദിനാറുകളൊക്കെ കിട്ടുന്നുണ്ട്. അവർ മാത്രമല്ലല്ലോ ഈ പ്രവാസി എന്ന് പറയുന്നത്. 10,000 രൂപ ഉസ്താദ്, എനിക്കൊരു നാട്ടിലെ 10,000 രൂപ കിട്ടിയാൽ മതി, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവൂല എന്ന് പറഞ്ഞ് ഗൾഫിൽ വന്ന എത്രയോ പേര് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാര് എല്ലാവരും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നു എന്നല്ല. ഈ അടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് എൻ്റെ ഗൾഫുകാരൻ്റെ ഭാര്യ ഗൾഫുകാരന് മാത്രമല്ല പേടി, ഞങ്ങൾക്കും പേടിയാ. എന്താന്ന് വെച്ചോ പറയാണ്, കൂടെ കിടക്കുന്ന ഭർത്താവിനെ വെട്ടി 9 കഷ്ണമാക്കി പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഓട്ടോയും പിടിച്ച് ഓടയിൽ വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോയ പെണ്ണിന്റെ കഥ ഓർത്തപ്പോൾ അല്ലാഹ് ഉസ്താദെ സമാധാനം ഇല്ല. ഒരു 7 തവണയെങ്കിലും അലാറം വെച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം ഇവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വെട്ടി നുറുക്കി കളഞ്ഞാൽ തീർന്നില്ലേ? അലാറം വെച്ചിട്ടാ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് വേണം നോക്കുക ഇവൾ എന്ത് ചെയ്യുന്നു, കയ്യിൽ കട്ടിയല്ലോ ഉണ്ടോ നോക്കാൻ. അതുകൊണ്ട് ഗൾഫുകാരല്ല പേടിക്കേണ്ടത്, നാട്ടിൽ കിടക്കുന്നവരാണ്. നാട്ടിൽ കിടക്കുന്നവരെ ഞാൻ എൻ്റെ സഹോദരിമാരെ ആക്ഷേപിക്കൂല. ഞാൻ കാര്യം എന്താണ്, ഒരുപക്ഷെ കഴിഞ്ഞ വർഷം വരെ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സ്വലാത്തിന്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. ഒരു വലിയൊരു പണ്ഡിതൻ സ്വലാത്തിന്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിന്റെ ഉപഗ്രൂപ്പുകളായി സഹോദരിമാരെ ചേർക്കണമെന്ന് പറഞ്ഞ് സഹോദരിമാരും മാത്രമുള്ള ഗ്രൂപ്പുകൾ, ചില സഹോദരങ്ങളുടെ ഭാര്യമാർ അഡ്മിനായി കൊണ്ടൊരു ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെ അതിന്റെ കണക്ക് വേണമെന്ന് ഞാൻ എൻ്റെ ജുമാ പ്രസംഗത്തിൽ പറഞ്ഞു. അങ്ങനെ പിറ്റേ ആഴ്ച കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാനത്തെ ആഴ്ച ഒരാഴ്ച 7 ദിവസം കൊണ്ട് 70 സഹോദരിമാരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് സ്വലാത്തിന്റെ കണക്ക് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു പണ്ഡിതനെ കൊണ്ട്, വല്ലാഹി തമ്പുരാണ് സത്യം, അവന് സ്വലാത്ത് എല്ലാം പറ്റൂല. ഇത്രയും 70 സഹോദരിമാരടങ്ങുന്ന ഒരു സ്വലാത്തിന്റെ ഗ്രൂപ്പ്, അതിൽ ഒരാഴ്ച കൊണ്ട് അവർ ചൊല്ലിയ സ്വലാത്ത് 68 ലക്ഷം സ്വലാത്ത്. 68 ലക്ഷം സ്വലാത്ത്. ഈ ഇരിക്കുന്ന ഇത്രയും പുരുഷന്മാര് ഒരു മാസം തരാൻ ഇത്രയും ചെല്ലാൻ പറ്റുമോ? നമ്മുടെ ജോലി തിരക്കിനിടയിൽ പറ്റൂല. സഹോദരിമാര് ഇന്ന് ദീനീ ബോധമുള്ള സഹോദരങ്ങളാ. അബ്ദുറഹ്മാൻ സാഹിബിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ നേതൃത്വം കൊടുക്കുന്ന സ്വലാത്തിന്റെ ഹൽക്ക, അള്ളാഹു ആ സഹോദരന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് അത് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ പ്രാണവായുവായി നമ്മൾ മാറ്റുക. അള്ളാഹു അതിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. മൂന്നാമതായി എന്റെ പ്രിയപ്പെട്ട നിർത്തുകയാണ്, മൂന്നാമതായി എന്റെ കച്ചവടക്കാരോടാ പറയേണ്ടത്. കച്ചവടക്കാരാണല്ലോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പലരും കച്ചവടക്കാരാണല്ലോ. സ്വർണ്ണ കച്ചവടമാകട്ടെ, തടി കച്ചവടമാകട്ടെ, തുണി കച്ചവടമാകട്ടെ, ഏത് കച്ചവടമായിരുന്നാലും ശരി, വസ്തു കച്ചവടമാകട്ടെ, വണ്ടി കച്ചവടമാകട്ടെ, ഏത് കച്ചവടം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് അരുണന്റെ കിരണമേറ്റുകൊണ്ട് മണൽത്തരികൾ താപം കൊണ്ട് വിറയ്ക്കുമ്പോ അതിന് നടുവിലൂടെ ചോരയിൽ കുളിച്ചു കിടന്ന് പെടഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ രക്തസാക്ഷികളുടെ കൂലി ഒട്ടും കുറയാതെ അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ നല്ല ശീതീകരിച്ച AC റൂമിനകത്തിരുന്ന് ദീനാറുകള്, ദിർഹമുകള്, റിയാലുകള് നിങ്ങളുടെ മേശയുടെ വലിപ്പ് വലിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് വാങ്ങി എണ്ണിയിടുമ്പോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയ രക്തസാക്ഷികളുടെ കൂലി അല്ല തരുന്നതാണ്. അവര് പിടിച്ചതോ വാളാണ്, നിങ്ങൾ പിടിച്ചതോ ദീനാറുകളാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവർ നിന്നതോ മണലാരുണ്യത്തിലാണ്, നിങ്ങളോ ശീതീകരിച്ച റൂമിലാണ്. അവര് പട്ടിണി കിടന്നെങ്കിൽ നിങ്ങൾ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു. അവർക്ക് വസ്ത്രമില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വസ്ത്രമുണ്ട്. എന്നാലും നിങ്ങൾക്ക് അവരുടെ കൂലി തരാമെന്ന് നബി തങ്ങൾ പറഞ്ഞിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത്താജിറു സ്വദൂഖ് കൽമുജാഹിദി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയവനെ പോലെ കച്ചവടക്കാരാ നിനക്ക് മാറണോ? അതിന് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അത്താജിറു സ്വദൂഖ്
സദൂഖ്, സത്യസന്ധമായ കച്ചവടം. കണ്ണിയത്ത് ഉസ്താദ് കച്ചവടക്കാരനാണ്, തടിക്കച്ചവടക്കാരനാണ്. തടിക്കച്ചവടം ചെയ്തിരുന്നു എന്നാണ് ചരിത്രം. ഒരു ദിവസം ഒരു ചായക്കടയിൽ നിന്ന് പഴംപൊരി വാങ്ങി, എന്നിട്ട് ചായ കുടിക്കാൻ പഴംപൊരിയും വാങ്ങി വീട്ടിലേക്ക് പോവാൻ. ആ സമയത്താണ് അദ്ദേഹം നോക്കുമ്പോ അതിനകത്ത് പഴമില്ല, പറ്റിച്ചതാണ്. ആ സാധനം കൊണ്ട് തിരിച്ച് കടക്കാരനടുത്ത് എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, അള്ളാന്റെ മുമ്പിൽ നീ സമാധാനം പറയേണ്ടി വരും, ഇല്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ്? ഇതിന്റെ പേരങ്ങ് മാറ്റുക, മാവ് പൊരിയുന്നാക്കുക, പഴംപൊരി ഇടരുത്. കാരണം എന്താണ്? ഇത് പഴമില്ല, മാവ് മാത്രമേ ഉള്ളൂ. കച്ചവടക്കാരന് ഷഹീദിന്റെ കൂലി വേണോ? അള്ളാഹുവിന്റെ റസൂല് പറയാ, താജിറു സ്വദൂഖു, സത്യസന്ധമായ കച്ചവടം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സംഘാടകന് വന്ന ഒരു ചെറിയ ബക്കറ്റുമായിട്ട് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ ചതുർദിന പ്രഭാഷണത്തിന്റെ സമുദ്ഘാടന സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു സംഭാവന ഇഖ്ലാസ് അനുസരിച്ച് അള്ളാഹുവെ നീയത്ത് വെച്ചോളി. പടച്ചവനെ, ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുത്തരുത്. എൻ്റെ ഉള്ള സമ്പത്തിൽ നീ അള്ളാഹ് അത്ര ബറക്കത്ത് തന്നാൽ മതി. ഉള്ളത് കുറച്ചേ ഉള്ളൂ, മതി, അത് മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഉണ്ടാകണമെന്നില്ല. വലിയ സമ്പന്നൻ, നാട്ടിലെ കൂലി വേലക്കാരൻ, ഇവന്റെ ബാങ്ക് ബാലൻസ് ഉണ്ട്, അവന് ബാങ്ക് ബാലൻസ് ഇല്ല. രണ്ടുപേർക്കും കിട്ടുന്ന ഉറക്കം ഒരുപോലെയല്ലേ? തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുമ്പോൾ രണ്ടുപേർക്കും ഒരേപോലത്തെ രുചിയല്ലേ? രണ്ടുപേരും ഒരുപോലെയല്ലേ കുടിക്കുന്നത്? ഒക്കെ അതുപോലെയാണ്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സന്ദർഭത്തിൽ ഈ പണക്കാരൻ എന്താണ്, കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ട്, കറൻസി ബാങ്കിലുണ്ട്, വല്ല നേട്ടമുണ്ടോ? അതുകൊണ്ട് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഉള്ളത് ബറക്കത്തുണ്ടായാൽ മതി. ഇൻഷാ അല്ലാഹ് അറിയാലെടുത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട ദീനാറല്ലേ, നമ്മുടെ ദിർഹമല്ലേ, ദീനാർ. ഇൻഷാ അല്ലാഹ് ഉള്ളത് നല്ല ഇഖ്ലാസോട് കൂടി ഇട്ടൊന്ന് കൊണ്ടുചോ, എല്ലാ ഭാഗങ്ങളിലും പോകണം. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഏതെങ്കിലും ഒരു സഹോദരൻ ഒന്ന് തുടക്കം കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ബറക്കത്തായിട്ട് ഈ സദസ്സിന്റെ ഈ പങ്കെടുത്ത എല്ലാവരും ഉള്ളത് എത്രയാണോ നിങ്ങളുടെ കയ്യിൽ കഴിയുന്നത്, ഇത് നല്ല ചെലവുണ്ട്, ഇതിനൊക്കെ ഭീമമായ തുക ചെലവുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൽമിന്റെ മജ്‌ലിസ് ഒരിക്കലും നഷ്ടമാവൂല, ഒരിക്കലും നമുക്ക് നഷ്ടമല്ല. ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടെ ഇഖ്ലാസ് അനുസരിച്ച് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളും ഒഴിയരുത്. ഇൻഷാ അല്ലാഹ് എനിക്ക് ഇത്രേ ഉള്ളൂ ഉസ്താദേ, അൽഹംദുലില്ലാ, അത് മതി. പക്ഷെ ആരും ഒഴിയരുത്. ഇന്ന് കടകയിലേക്ക് നമ്മൾ കയറുമ്പോഴും ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ നമ്മൾ ടിപ്പ് കൊടുക്കുന്നത് 100 രൂപ കുറഞ്ഞ് നമ്മൾ ആരും ടിപ്പ് കൊടുക്കാറില്ല നാട്ടിൽ. അതങ്ങനെയാണ്. നമുക്കെന്താണ്, നമ്മളെ വലിയ വണ്ടിയിലൊക്കെ ചെന്നിറങ്ങിയിട്ട് ടിപ്പ് കൊടുക്കുമ്പോൾ 100 രൂപയിൽ കുറഞ്ഞു കൊടുത്താൽ നമുക്കൊരു കുറച്ചിലായിട്ട് തോന്നുന്നു. പക്ഷെ അപ്പോഴും വെള്ളിയാഴ്ച പള്ളിയിൽ ബക്കറ്റ് മുമ്പിൽ വരുമ്പോഴോ നമ്മൾ ഏറ്റവും പുറകിൽ തപ്പാണ് ചില്ലറ ഉണ്ടോന്നോ. ബക്കറ്റിന് പൂരകമാണ് ചില്ലറ ഉണ്ടെങ്കിൽ ബക്കറ്റ് ഉണ്ട്, ബക്കറ്റ് ഉണ്ടെങ്കിൽ ചില്ലറയുണ്ട്. അത് മാറണം. ഇനി നോട്ടാണെങ്കിൽ തന്നെ ഗാന്ധിജിയെ 9 വട്ടം പോസ്റ്റ്മോർട്ടം ചെയ്തതാണ്. ഇനി ഒട്ടിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അതെടുത്താൽ നമ്മൾ ഇടുക. നമ്മൾ നല്ലൊരു സംഭാവന, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു താല ഈ വലത് കൈ കൊണ്ടിടുന്ന സദഖ അള്ളാഹു താല ആ കൈ കൊണ്ട് അനുഗ്രഹീതമായ സ്വർഗം കരകരമാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പെങ്ങന്മാരുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് കൊടുക്കിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നാളെ കൃത്യം 8:30 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിലെ പ്രഭാഷണം പരിഭ്രാന്തിയോടെ പരലോകത്തേക്ക് എന്ന് പറയുന്ന വിഷയമാണ്. വളരെ സുപ്രധാനമായ വിഷയമാണ്. 3 സ്ഥലത്ത് ആരും നമ്മളെ സഹായിക്കാനില്ലാതെ വരുമ്പോ അവിടെ നമുക്ക് ചങ്കൂട്ടത്തോടെ ഇൻഷാ അല്ലാഹ് നെഞ്ചു വിരിച്ച് നിൽക്കാൻ കഴിയണം. അതിനുള്ള 3 അമലുകൾ നാളെ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആ ബക്കറ്റ് നിക്ഷേപിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വേദനകൾ, യാതനകൾ, നൊമ്പരങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ. അള്ളാഹുവെ, ഇടുന്ന ഓരോ ഹദിയ അവരുടെ ഇഖ്ലാസ് അനുസരിച്ച്, അവരുടെ അതിന്റെ തുക അനുസരിച്ച് അർഹമായ പ്രതിഫലം നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരാളും ഒഴിയരുത്, എല്ലാ ഭാഗങ്ങളിലും അത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്താൻ പോവാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട ചെറിയ മക്കളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടാൻ, രക്തസാക്ഷിയുടെ കൂലി കിട്ടാൻ ഏറ്റവും വലിയൊരു മാർഗമുണ്ട്. ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അഹ്സിന സുഹബതകുമാ, മാതാപിതാക്കളുണ്ടോ ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. മാതാപിതാക്കളോട് നിങ്ങൾ കാരുണ്യത്തോടെ സംസാരിക്കണേ. അവിടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത സഹോദരങ്ങളെ, ഗൾഫുകാര് പറയാറുണ്ട്, ഉസ്താദേ, ഞങ്ങൾ എന്തെല്ലാം അയച്ചു കൊടുത്താലും ഞങ്ങളുടെ ഉമ്മക്ക് തൃപ്തി വരൂല, ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ വാപ്പാക്ക് തൃപ്തി വരൂല. ഓരോ ഫോൺ എടുക്കുമ്പോൾ കുറ്റം പറയലല്ല
അല്ലാതെ മറ്റൊന്നുമില്ല. സഹോദരങ്ങളെ, അവര് എന്തോ ചെയ്യട്ടെ, അവര് നമ്മളെ കുത്തിക്കൊന്നാൽ, കരിച്ചു കൊന്നാലും, മുക്കിക്കൊന്നാൽ, ഞെക്കിക്കൊന്നാലും നമുക്ക് അവരോടുള്ള കടമ തീരൂല. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മോശപ്പെട്ടെന്നും പറയാൻ പാടില്ല. അവര് നല്ല പ്രായത്തിൽ നമ്മളെ വേണ്ടാകെന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഭാര്യയെ കാണോ, നമ്മുടെ പൊന്നുമക്കളെ കാണോ, നമ്മൾ സുഖിക്കുമോ, നമ്മൾ രസിക്കുമോ, സല്ലപിക്കുമോ? ഒന്നുമില്ലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാ നമ്മൾ ഈ ലോകത്ത് വരാ കാരണക്കാര്. ഇന്നും എത്രയോ സ്ഥലങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കുന്നത്. ഇരിക്കുന്ന പ്രായമുള്ള ആൾക്കാരുടെ അവരുടെ വാപ്പായും ഉമ്മായും ഒന്ന് വൃദ്ധസദനത്തിൽ കിടത്തിയ ചരിത്രമില്ല. പക്ഷേ ഈ ഇരിക്കുന്ന പ്രായത്തിലുള്ളവർ വൃദ്ധസദനത്തിൽ കിടക്കുന്നു. കാര്യം എന്താണെന്നറിയോ? അതിന്റെ 90% കാരണം നമ്മൾ തന്നെയാണ്. കാര്യം എന്താണ്? ചെല്ലുക, നാട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞ് ഭാര്യ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു 40 ദിവസം അതുവരെ എഴുന്നേക്കാൻ പറ്റൂല. 40ന്റെ അന്ന് കുളിച്ച് റെഡിയായി കഴിഞ്ഞാൽ ഒരൊറ്റ പറക്കലാണ്. ഈ കുഞ്ഞിനെ അപ്പുറത്തപ്പുറത്തെ വീട്ടിൽ ഏൽപ്പിക്കും, പൈസ അയച്ചു കൊടുക്കും മാസാമാസം, അല്ലേ? പാപ്പായുമായും അബുദാഫിയിലും അതുപോലെ ദുഫായിലും കയറിപ്പോയി. ഈ പാവപ്പെട്ട കുട്ടിയോ അപ്പുറത്തും ആന്റിയുടെയും അങ്കിളിന്റെയും വീട്ടിൽ നിന്ന് വളരുകയാണ്. പൈസയ്ക്കൊരു കുറവില്ല, ഭക്ഷണത്തിന് കുറവൊന്നുമില്ല. പക്ഷെ അവൻ മിടുക്കനുമായിരുന്നു. അവർ പഠിച്ചു വളർന്നു വലുതായി. അവർ വലിയ മിടുക്കിയായപ്പോ ഇതൊക്കെ പല്ല് കൊഴിഞ്ഞ സിംഹങ്ങളായി. ആ സമയത്ത് എന്താ സംഭവിക്കുക? വീട്ടിൽ വന്നപ്പോ ഈ മക്കൾ ചിന്തിച്ചു, എടാ വാപ്പായുമ്മ ഇന്ന് വരെ ഒരു മുത്തം പോലും നമുക്ക് തന്നിട്ടില്ല, പൈസ കൊടുത്തിട്ടാണ് നമ്മളെ നോക്കിയത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു, ഈ കിളവനെയും പൈസ കൊടുത്ത് നമുക്ക് നോക്കാം. അങ്ങനെ കൊണ്ടൊന്ന് വൃദ്ധസദനത്തിലാക്കുന്നു. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? നബിതങ്ങള് ഹുസൈൻ റളിയല്ലാഹുവിനെ ചുംബിച്ചപ്പോ ഒരു അറാബി വന്നിട്ട്, ഗ്രാമീണൻ ആദിവാസി വന്നിട്ട് ചോദിക്കാണ്, നബിയെ നിങ്ങൾ മക്കളെ ചുംബിക്കുവോ? എനിക്ക് 10 പേരെ കൂട്ടിയിട്ടുണ്ട്, ഇന്ന് വരെ ഒന്നിനെ ഞാൻ ചുംബിച്ചിട്ടില്ല. നബിതങ്ങൾ പറഞ്ഞു, എഴുന്നേക്കടാ, അള്ളാഹു കരുണ ചൊരിയണമെങ്കിലേ മനസ്സിൽ കരുണ വേണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചുംബിക്കുന്ന എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇടത്തെ കൈ കുഞ്ഞിന്റെ പെടലിയിൽ പിടിച്ചിട്ട്, വലത്തെ കൈ കുഞ്ഞിന്റെ ദാടിയെല്ലിൽ പിടിച്ചിട്ട് ചുണ്ടിൽ ചുംബനം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ, അല്ലേ? ഈ മക്കൾക്ക് അത് കിട്ടാതെ വരുമ്പോഴാണ്, കൊടുക്കാതെ വരുമ്പോ, ഭാര്യ ഭർത്താവിന് നല്ലൊരു പുഞ്ചിരി കൊടുക്കാതെ വരുമ്പോഴാണ് ഈ പുഞ്ചിരി വാങ്ങാൻ വേണ്ടി 25 രൂപയുടെ ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ട് വേറെ പെണ്ണിന്റെ പുറകെ നടക്കുക, അല്ലേ? കൊടുക്കേണ്ടത് കൊടുക്കണം പ്രിയപ്പെട്ടവരെ. താനിരിക്കേണ്ട സ്ഥലത്ത് താനില്ലെങ്കിൽ നായകർ ഇരിക്കുന്നുള്ള ചൊല്ലില്ലേ? നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുമ്പോ ആ മറ്റുള്ളവർ കൊടുക്കുന്നത് അവർക്ക് വലുതാണ്. നാളെ എന്നെയും നിങ്ങളെയും നോക്കാത്തൊരു സമൂഹമായി മാറും. ഇനി ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നത്, ഒരു പുതിയ പെണ്ണിനെ കല്യാണമൊക്കെ കഴിച്ച് ഞാനിപ്പോ അങ്ങോട്ട് വരുമ്പോ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. ആ സഹോദരൻ നാട്ടിൽ പോയ തന്നെ എന്നോട് പറഞ്ഞു, ആ മുസ്ലിമാണ്. ആ സഹോദരൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ, അയാള് എന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഉസ്താദെ, ഞാൻ പോയതൊരു പെണ്ണിനെ ആലോചിക്കാനാ, ഒരു പ്രപ്പോസലിന് വേണ്ടിയിട്ടാ. എല്ലാം ഓക്കെ ആയി, ഞാനൊരു 6 മാസം കഴിഞ്ഞ് ഞാൻ പോകും, കല്യാണം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ശരിയാ, നമ്മളെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതുവരെയും എന്തു വാങ്ങിയാലും വീട്ടിൽ നിന്ന് നേരെ ഗൾഫിൽ നിന്ന് നേരെ ചെല്ലുമ്പോ ഉമ്മ പെട്ടി പൊട്ടിക്കാമോ, വാപ്പ പെട്ടി പൊട്ടിക്കാൻ വാപ്പ എന്ന് പറഞ്ഞ് ഉമ്മയാണ് കൂടുതലും. വാപ്പാക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. വാപ്പാക്ക് ഏതെങ്കിലും കൊണ്ട് പോകുന്ന 35-ന്റെ അല്ലെ എന്താണ് എന്തൊക്കെയുണ്ടല്ലോ സിഗരറ്റ്, അത് കൊടുത്ത വാപ്പ പിന്നെ 6 മാസത്തേക്കൊന്നും പറയില്ല, മൂലയിൽ ഇരുന്നോളും. ഉമ്മമാരാണ്, അവർക്കാണ് വിഷമം കൂടുതൽ. ആ ഉമ്മായെ വിളിച്ചിരുത്തി മദ്യത്തിരുത്തിയിട്ട് നമ്മൾ പെട്ടി പൊട്ടിക്കാൻ. അതേസമയം കല്യാണം കഴിഞ്ഞു പോകുമ്പോഴോ ഉമ്മ ഏതെങ്കിലും ഒരു റൂമിലാണ്, പിന്നെ ഭാര്യയുടെ ഒരുമിച്ചിരുന്ന നമ്മൾ പെട്ടി പൊട്ടിക്കുക. ഈ പെട്ടി പൊട്ടിക്കുന്നതിൽ ദീനിൽ വല്ല സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആദ്യമേ ചിന്തിക്കണമായിരുന്നു. കല്യാണം കഴിയുമ്പോഴല്ല ദീനിന് സ്ഥാനമുള്ളത്, അതിന് മുമ്പേ സ്ഥാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ അവഗണിക്കണമെന്ന് അവർക്ക് തോന്നാൻ പാടില്ല. അത് തോന്നിയാൽ അവരതും ഇതും പറയാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ അവരെ മർദ്ദിക്കുന്നത്. നമ്മുടെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മായെ മർദ്ദിക്കുമ്പോ, നമ്മുടെ ഈ ഷൂ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ അടിവയറ്റ് ചവിട്ടുമ്പോ, പൊന്നുമോനെ, എത്ര വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി വന്നാലും, എത്ര വലിയ സർജറികൾ കണ്ടുപിടിച്ചാൽ, മംഗലാപുരത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന, മണിപ്പാലിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ ശാഖ, മാംഗ്ലൂർ എന്ന് പറയുന്ന മംഗലാപുരത്തെ കർണാടക സ്റ്റേറ്റിൽ 2 ശാഖയുണ്ട്. അതിലൊരു ശാഖയില് കസ്തൂർബ മെഡിക്കൽ കോളേജിലെ നിപുണനായ ഡോക്ടറാണ് ഒരു അപകടത്തിൽ ലിംഗം തെറിച്ചു പോയ ചെറുപ്പക്കാരനെ ലിംഗം തെറിച്ചു പോയപ്പോ അവന്റെ കയ്യിൽ നിന്നൊരു വിരൽ മുറിച്ചെടുത്തിട്ട് ലിംഗം ഉണ്ടാക്കി കൊടുത്തതിന് ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്തു. ചരിത്രം ഇന്ന് വലിയ ഉന്നതയിലാണ്, ശാസ്ത്രം ഇന്ന് വലിയ കുതിപ്പിലാണ്. ആ സമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ മക്കൾ ഇന്ന് കിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എങ്കിൽ, ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഉമ്മായെ മറക്കാതിരിക്കാൻ അള്ളാഹു തന്ന ഒരു അടയാളം നമുക്ക് മാറ്റാൻ പറ്റൂല. അടയാളം
ഞാനും നിങ്ങൾ ഉമ്മാന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് അവർക്ക് പീരീഡ് ഉണ്ടാവൂല, അവർക്ക് മാസമുറ ഉണ്ടാവൂല. ആ മാസമുറയുടെ ഞരമ്പിനെ അള്ളാഹു ഓട്ടോമാറ്റിക്കായി ഈ കുഞ്ഞിന്റെ പൊക്കിളിലേക്ക് അള്ളാഹു താല ഇറക്കി കൊടുക്കാൻ, ആ പൊക്കിളിലേക്ക് അള്ളാഹു താല ഇറക്കി കൊടുത്ത് ഈ ദുഷിച്ച രക്തം എന്ന് ഖുർആൻ പറഞ്ഞ ആ രക്തം അള്ളാഹു ശുദ്ധീകരിച്ച് ഭക്ഷണമാക്കി ആ കുഞ്ഞിന് കൊടുക്കുന്നു. ഈ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ ഞരമ്പോട് കൂടിയിട്ടാണ് പ്രസവിക്കുക. ഡോക്ടർമാർ കട്ട് ചെയ്യും, ഞരമ്പ് ഉൾവലിയും. അതിനാണ് പൊക്കിൾ കുടി എന്ന് പറയുന്നത്. ഈ ഞരമ്പ് ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ അവർക്ക് രക്തം വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തീരുമാനം എത്ര വലുതാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രപഞ്ച ശാസ്ത്രജ്ഞൻ നബി മുഹമ്മദ് മുസ്തഫ, ഗൈനക്കോളജിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ, സൈക്യാട്രിസ്റ്റും ന്യൂറോളജിസ്റ്റും യൂറോളജിസ്റ്റും അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ നബി തങ്ങൾ പറയുന്നു, എത്ര വലിയ പുരോഗമനം വന്നാലും പൊന്നുമോനെ, നിന്റെ ഉമ്മായ മറക്കാതിരിക്കാൻ നിന്റെ പള്ളയിൽ അള്ളാഹു ഒരു പോറൽ തന്നു, ഒരു സ്ക്രാച്ച് തന്നു, അത് മാറ്റാൻ ഒരുത്തരും കഴിയൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ നമ്മുടെ തണലാണ്. പള്ളിക്കകത്ത് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്, അള്ളാഹുവിനെ അങ്ങോട്ട് നെഞ്ചിലേക്ക് കയറ്റി പിടിക്കാൻ. വേണ്ട മോനെ, നിസ്കാരത്തിന് വേണ്ടിയുള്ള കൈ നീ അഴിച്ചിട്. നീ അവിടെ ഇരുന്ന് കൈ കക്ഷത്തിന്റെ കളർ കാണുന്നത് വരെ കൈ പൊക്കിയിട്ട് ദുആ ചെയ്യണ്ട. നീ എണീറ്റ് നിന്റെ വൃദ്ധസദനത്തിൽ പോയി ഉമ്മാന്റെ കാൽപ്പാദം പിടിച്ച് അതിനടിയിൽ നോക്കടാ, അവിടെ കാണാൻ നിനക്ക് സ്വർഗം. ഇത് ലോകത്തോട് റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാനെയും ഉപ്പാനെയും നല്ലപോലെ നോക്കുന്ന മക്കൾക്ക് ഷഹീദിന്റെ കൂലിയാ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് ഉമ്മാക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും പോകുന്നവന്റെ കയ്യിൽ കൊടുത്തുവിടുന്നു. അങ്ങനെ കൊടുത്തുവിടുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു തരുന്നത് ചില്ലറ കാര്യമല്ല, ജിഹാദിന്റെ കൂലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനമായി ഞാൻ പറയുന്നു, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, കഠിനമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദുആ കൂടെ ഞാൻ പറയാണ്. ആ ദുആ ഏത് രോഗം വന്നാലും ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ദുആ കൂടെ നമ്മൾ ചൊല്ലിക്കോളിൻ. ആ രോഗത്തിലും മരിച്ചു കഴിഞ്ഞാൽ അവന് ഷഹീദിന്റെ കൂലിയാ. രോഗം അവന് അല്ലാഹു ശിവ കൊടുത്താലോ, നബി തങ്ങൾ പറയുന്നു, അവന് പാപമില്ലാത്തവനാണ്. ഏതാണ് നബി തങ്ങൾ പറഞ്ഞ ദുആ എന്നറിയോ? സഹാബത്തിന് നിരത്തിരുത്തിയിട്ടല്ലാണ്ട് റസൂൽ പ്രസംഗിക്കുകയാണ്, സഹാബത്തെ, ആരെങ്കിലും രോഗിയാകുന്ന സമയത്ത് യൂനുസ് നബി 3 ഇരുളിന്റെ ഉള്ളിൽ കിടന്ന് പറഞ്ഞ ദുആ ഓതിയാൽ, 1 രാത്രിയുടെ ഇരുള്, 2 സമുദ്രത്തിന്റെ ഉള്ളറയാകുന്ന ഇരുള്, 3ാമത്തെ മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള്, ഈ 3 ഇരുളിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നാദാ ഫിൽ ഉലുമാ, അല്ലാഹുവിന്റെ പ്രവാചകൻ യൂനുസ് നബി ദുആരുന്നു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. ഈ ദുആരെങ്കിലും 40 വട്ടം പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു പനി വരുന്ന സമയത്തോ ഒരു തലവേദന വരുന്ന സമയത്തോ ആരെങ്കിലും 40 പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ രോഗത്തിൽ വെച്ച് നിങ്ങൾ അങ്ങ് മരിച്ചു പോയാ നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയാണെന്ന് മുഖ്ബിറേ സാദിഖ് നബിയുൽ ഹറമൈനി മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങളുടെ രോഗം അങ്ങ് അല്ലാഹു മാറ്റി തന്നു കഴിഞ്ഞാ നിങ്ങൾ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുമ്പോ ഒരു പാപം പോലും ഇല്ലാത്തവനായി പുറത്തു വരുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. രോഗം വരണം മുസ്ലിമേ, രോഗം വരുമ്പോ അല്ലാഹുവിനെ തെറി വിളിക്കലല്ല മുസ്ലിമേ, രോഗമില്ലാത്തവന് മുസ്ലിമാണോ? അല്ല. എത്രത്തോളം എന്നറിയോ? നബി തങ്ങൾ പനിയുടെ മഹത്വം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോടൊരു സഹാബി ചോദിക്കുകയാണ്, മൽഹുമ്മ മൽഹുമ്മ യാ ഹബീബല്ലാഹ്, എന്താണ് പനി നബിയെ? നബി പറഞ്ഞു, കും ലസ്ത മിന്നാ, എണീക്കടാ, നീ എണ്ണിപ്പെട്ടവനല്ല. ഞങ്ങളെ ഭൂമി പറഞ്ഞെങ്കിൽ പരീക്ഷണം വേണം, ബുദ്ധിമുട്ട് വേണം, അല്പ പ്രതിസന്ധി വേണം. ഭർത്താവിനെ അനുസരിക്കുന്നതിലൂടെയാണ് സ്വർഗമെന്ന് മനസ്സിലാക്കിയ ഒരു പെങ്ങളുണ്ടായിരുന്നു മദീനത്ത്. ആ പ്രിയപ്പെട്ട സഹോദരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ഇൽമിന്റെ മജ്ലിസിൽ പോയി അവിടെ ഇരുന്ന് പഠിച്ചിട്ടാണ് വൈകുന്നേരം രാത്രി വളരെ വൈകിട്ടാണ് വീട്ടിൽ വരിക. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. ഒരു ദിവസം ഭർത്താവ് ഓടി വന്നിട്ട് പറഞ്ഞു, പെണ്ണെ അല്പം വെള്ളം പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു, ദാഹമുണ്ടെന്ന് പറഞ്ഞു. അവൾ അടുക്കളയിൽ പോയി വെള്ളം എടുത്ത് വന്നപ്പോഴേക്കും ഭർത്താവ് ഉറങ്ങിപ്പോയി. എവള് ചിന്തിച്ചു, എന്റെ ഭർത്താവിനെ ഉണർത്തിയിട്ട് വെള്ളം കൊടുക്കണോ? അതല്ല, ഭർത്താവ് ഉണരുന്നതുവരെ വെള്ളം പാത്രവും പിടിച്ചുവിടെ നിൽക്കണോ? നമ്മുടെ ഭാര്യമാർ അങ്ങനെ ഉണ്ടാവോ? വെള്ളം എടുത്തോണ്ട് വാടിയെന്ന് പറഞ്ഞു. അടുക്കളയിൽ പോയി വെള്ളം എടുത്തോണ്ട് വരുമ്പോൾ നമ്മളങ്ങനെ ഉറങ്ങിപ്പോയാൽ മയ്യത്ത് അടക്കിയിട്ട് മീസാങ്കലും നാട്ടിയിട്ട് വെള്ളം ഒഴിക്കും പോലെ കാല് മുതൽ തലവടെ ഒരൊറ്റ ഒഴിപ്പാ അല്ലേ? വെള്ളം ചോദിച്ചിട്ട് കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി വന്നിട്ട് ചിന്തിക്കാണ്, ഞാൻ ഉണർത്തിയിട്ട് വെള്ളം കൊടുക്കണോ? വേണ്ട, ഉറക്കത്തിൽ എൻ്റെ ഭർത്താവ് ദാഹം അറിയൂല, എപ്പോ ഉണരും അപ്പോഴും വെള്ളം കൊടുക്കാം. വെള്ളപാത്രം പിടിച്ചുകൊണ്ട് ഇരുന്നില്ല, കിടക്കണമെന്ന് തോന്നും.
അതുകൊണ്ട് വെള്ളപാത്രം പിടിച്ച് പാതിരാത്രി മുഴുവനും അവിടെ നിന്നു. പാവപ്പെട്ട സഹാബി കിടന്നുറങ്ങാൻ. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേട്ടപ്പോൾ, തഹജ്ജുദിന്റെ ബാങ്ക് കേട്ടപ്പോൾ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ ഭാര്യ വെള്ളപാത്രം പിടിച്ചോണ്ട് മുമ്പിൽ നിൽക്കാൻ. ഭർത്താവ് പറഞ്ഞു, എന്താടി കാണുന്നേ? നീ എന്തിനാ നിൽക്കുന്നേ? നിങ്ങൾ വെള്ളം ചോദിച്ചില്ലേ, അതിന് നിങ്ങൾ ഉറങ്ങിപ്പോയി. ഉണർത്താൻ പാടില്ലല്ലോ. ഉറങ്ങുന്നവനടുത്തിരുന്ന് ഖുർആൻ പോലും ഓതിക്കൂടെന്നല്ലേ നബി പഠിപ്പിച്ചത് ഉറക്കെ. അതുകൊണ്ട് ഞാൻ ഉണർത്തിയിരുന്നില്ല. നിങ്ങൾ എപ്പോൾ എണീക്കുമ്പോൾ വെള്ളം തരാൻ വേണ്ടി ഞാൻ നിൽക്കാണ്. ഓ, എത്ര സുന്ദരി, എത്ര ദീനി, എത്ര ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണാണ് നീ. എന്തെങ്കിലും ഒരു സമ്മാനം നിനക്ക് തരണം, എൻ്റെ ആഗ്രഹമാണ്. ഭാര്യ പറഞ്ഞു, ഒന്നും വേണ്ട, ഞാനൊരു കടമയല്ലേ നിർവഹിച്ചുള്ളൂ, പോരാ, എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് എന്തെങ്കിലും നിനക്ക് തരണം. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. പറ്റൂല, നീ എന്തെങ്കിലും ചോദിച്ചോ. അവൻ ഭാര്യ ചോദിച്ചു, ഞാൻ ചോദിച്ചു, എന്ത് ചോദിച്ചാലും തരുമോ നിങ്ങൾ? അത് എന്ത് ചോദിച്ചാലും തരാം. ഞാൻ ചോദിക്കുന്ന എന്തായാലും നിങ്ങൾ തരണം. അതെ, തരാം. എന്നാ എന്നെ 3 ത്വലാഖും ചൊല്ലി തരണം, പറ്റുമെന്ന് ചോദിച്ചു. പാവപ്പെട്ട സഹാബി പറഞ്ഞു, എന്നെ കൊണ്ടത് പറ്റൂല. ആ സമയത്ത് പെണ്ണ് പറഞ്ഞു, ത്വലാഖ് വേണം. നിങ്ങൾ മുനാഫിക്കാകാൻ പാടില്ല, സഹാബിയല്ലേ. എന്ത് ചോദിച്ചാലേ തരാമെന്ന് പറഞ്ഞിട്ട് എന്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി തരുന്നില്ലയോ? എനിക്ക് 3 ത്വലാഖ് വേണം. പറഞ്ഞു, പറ്റൂല, പറ്റില്ല, എനിക്ക് വേണം. രണ്ടുപേരും വാശിയായി. അവസാന തീരുമാനം, മുസ്തഫായ നബി തങ്ങൾ എടുക്കട്ടെ. നേരം പരപരാ വെളുക്കുന്നു. സുബഹിന്റെ ബാങ്ക് കേൾക്കാൻ അല്പസമയം ബാക്കിയുള്ളൂ. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹുവിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് സുബഹിന്റെ സമയമാവുക. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് മുമ്പ് നടക്കുന്നു, ഭാര്യ പിന്നാലെ നടക്കുന്നു. തീരുമാനം ഭർത്താവ് ചോദിക്കുന്നു, തിരിഞ്ഞിരിഞ്ഞ് ചോദിക്കുന്നു, എടി നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? എനിക്ക് ഒരു മാറ്റമില്ല, എനിക്ക് 3 ത്വലാഖും വേണം. ചുരുക്കി പറഞ്ഞ മദീനത്തെ പള്ളിയിലെത്താൻ ഏതാനും ചുവടുകൾ വെച്ചാൽ മദീനത്തെ പള്ളിയിലെത്തും. ആ സമയത്ത് ഭർത്താവ് വെപ്രാളത്തിൽ ഓടാനൊരുങ്ങിയപ്പോൾ കല്ലിൽ തട്ടിയിട്ട് മറിഞ്ഞങ്ങ് വീണു നിലത്ത്. ഭാര്യ ഓടിച്ചെന്ന് വാരിക്കോരി അങ്ങ് എടുത്തു. എന്നിട്ട് തടകിയിട്ട് പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോവാം. ഭർത്താവ് പറഞ്ഞു, റസൂലുള്ളാഹിനെ കാണണ്ടേ? വേണ്ട, എനിക്കിനി നിങ്ങളെ മതി, എനിക്ക് നിങ്ങളെ മതി. ഒന്നും മനസ്സിലായില്ല. ആ ഭർത്താവ് ഭാര്യയുടെ കൈപിടിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി പെണ്ണേ, എന്ത് പറ്റി പെണ്ണേ? ആ സമയത്താണ് ആ പെൺകുട്ടി പറഞ്ഞത്, അല്ലയോ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് എന്നോട് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട് നിങ്ങൾ എന്നെ പഠിപ്പിച്ചല്ലോ, അള്ളാഹുവിന് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവന് പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന്. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന് പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഇത്രയും നാളെ നിങ്ങളുടെ ഭാര്യാപനം ചുമന്ന് ഞാൻ ജീവിക്കുന്നു. പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്കൊരു പനി പോലും വന്നിട്ടില്ല, ഒരു തലവേദന പോലും ജലദോഷം പോലും വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കി നിങ്ങൾ അള്ളാഹുവിനൊരു സ്നേഹവുമില്ലെന്ന്. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എന്തിനാ ഞാൻ ഭർത്താവായിട്ട് കൊണ്ട് നടക്കുക? എനിക്ക് നിങ്ങളെ വേണ്ടെന്ന തീരുമാനമാണ്. പിന്നെ അവസാനം മദീനത്തെ പള്ളി എത്തുന്നതിന് മുമ്പ് നിങ്ങൾ കല്ലിൽ തട്ടിയൊന്ന് മറിഞ്ഞു വീണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വിശ്വാസിയുടെ കാൽപാദത്തിന്റെ കീഴിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലെ അവന്റെ പാപം പൊറുക്കുന്നതിന് കാരണമെന്നല്ലേ? ഒരു ചെറിയ കല്ലിൽ തട്ടി മറിഞ്ഞു വീണപ്പോൾ അള്ളാഹ്ക്ക് നിങ്ങളോട് ചെറിയ സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് നിങ്ങൾ മതി എന്ന് പറഞ്ഞ ഭർത്താവിന്റെ കൈപിടിച്ചു ഭാര്യ വീട്ടിൽ വന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം ജപിക്കുന്ന സഹോദരിമാരെ, രോഗമല്ല തരുമ്പോൾ അത് പടച്ചോന് ദേഷ്യമുണ്ടെന്ന് മനസ്സിലാക്കണ്ട. അല്ല ഇഷ്ടപ്പെട്ടതിന്റെ അടയാളം അവന് പരീക്ഷണങ്ങൾ കൊടുക്കുമെന്നാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്കല്ല പരീക്ഷണങ്ങൾ കൊടുക്കുമെന്നാണ്. ഏതൊക്കെയാണോ അവന്റെ ദൗർബല്യം അല്ലാതെ പരീക്ഷിക്കുമെന്നാണ്. സഹോദരങ്ങളെ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ തിരിച്ചെടുത്തു. അല്ലാഹുവിന്റെ റസൂലിന് മക്കൾ വലിയ പ്രിയമായിരുന്നു. ആദം നബിയുടെ പൊന്നുമോന് കാബീൽ നല്ല മോനാണ്. ഹാബീൽ ആണെങ്കിലോ നല്ല മോനാണ്. കാബീൽ പിഴച്ച മോനാണ്. കാബീലിനെ അല്ലാഹു തആല കൈകൊണ്ട് ഹാബീൽ എന്ന നല്ല മോനെ തിരിച്ചെടുത്തു. അല്ലാഹ് ഈമാൻ പരിശോധിച്ചു. ഇബ്രാഹിം നബിക്ക് അല്ലാഹു ജീവിതത്തിന്റെ സായസന്ധിയിൽ മോനെ കൊടുത്തു. അവസാനം അല്ലാഹു തആല ആ മോനോട് വാത്സല്യം കൂടിയപ്പോൾ അല്ലാഹ് തിരിച്ചെടുക്കാൻ വേണ്ടി അറുക്കാൻ പറഞ്ഞു. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 2 പൊന്നുമക്കളോടാണ് സ്നേഹം, യൂസുഫും ബിന്യാമീനും. അല്ലാഹു തആല ആ 2 പൊന്നുമക്കളെ ഒന്ന് തിരിച്ചു പിടിച്ചു. ഈമാൻ പരിശോധിക്കാ. അതുകൊണ്ട് നമുക്ക് അല്ലാഹു ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാന്റെ പരിശോധനയ്ക്കാണ്. അല്ലാഹു നമുക്കതിൽ വിജയം തരട്ടെ. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള ഭാഗ്യമല്ല തരട്ടെ. ഒരു ചെറിയ പനിയിലോ ഒരു രോഗത്തിലോ ആണല്ല പരീക്ഷിക്കുന്നതെങ്കിൽ ആ സമയം ഞാൻ നിങ്ങൾ പറയേണ്ടത്,
ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 വട്ടം പറഞ്ഞു കഴിഞ്ഞ ആ രോഗത്തിൽ നീ അങ്ങ് മരിച്ചു പോയാ നീ രക്ഷപ്പെട്ട് ഷഹീദിന്റെ കൂലിയ. ഇനി നീ പിഴച്ചാലോ, നിനക്ക് രോഗം മാറി ആരോഗ്യത്തോടെ എഴുന്നേറ്റാലോ, നിനക്ക് അതിനേക്കാളും വലിയ ബമ്പർ സമ്മാനമാണ്. അതുവരെയുള്ള പാപങ്ങളല്ല പുറത്തു തന്നു. ഇനി നല്ലോണം ജീവിച്ചാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ പരിഭ്രാന്തിയോടെ പരലോകത്തേക്ക് എന്ന വിഷയവുമായി കൃത്യം 8:30 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിലും വലിയൊരു ജനക്കൂട്ടവുമായി നമുക്ക് വീണ്ടും അഭിസംബോധന ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നാവ് കൊണ്ട് ഇനി വരാത്തവരുടെ മുമ്പിൽ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നാളത്തെ ആ സദസ്സിൽ കൂടെ നിങ്ങൾ ആളുകളെ ഒന്ന് ഒരുമിച്ച് കൂട്ടണം. നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്. മകൾക്ക് വിവാഹാലോചന നടക്കുന്നു, ഖൈറായി നടക്കാൻ വേണ്ടി ദുആരക്കണം. റബ്ബി നീലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ആ ദുആ ആ മകളുടെ അടുത്ത് ചൊല്ലാൻ പറയുക. അതുപോലെ മദ്രസ വിട്ട് വരുമ്പോൾ വാഹന അപകടത്തിൽപ്പെട്ട് കാലിന് വൈകല്യമുള്ള ഭാര്യയുടെ അനുജത്തിയുടെ ഒരു വൈകല്യമുള്ള കുട്ടിക്ക ദുആരക്കണം. അതുപോലെ ഭാര്യയുടെ അനുജത്തിയുടെ വിവാഹം എളുപ്പമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 5 വർഷമായി മക്കൾക്ക് മക്കളില്ല. ഡോക്ടർമാർ പറഞ്ഞ കുഴപ്പമില്ലെന്നാണ്. ദുആരക്കണം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി. ആ സഹോദരങ്ങളെ റബ്ബിലാ തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ ആ ദുആ പതിവാക്കണം. ഒരാളുടെ